നമസ്കാരം, എല്ലാവർക്കും എക്സലൻസ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് 2019 കേരള +2 സയൻസ് സ്ട്രീമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്കതിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 2019 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു നോക്കാം. ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന് 15 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻ്റഗ്രൽസിന് 13 മാർക്കിന്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതും 13 മാർക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് 3D ആൻഡ് വെക്ടർ ആൾജിബ്രയാണ്, അതിന് 14 മാർക്കിന്. അപ്പം ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, if f of x is equal to sin x and g of x is equal to x square for all x belonging to real number, then find f of g of x. രണ്ടാമത്തത്, let u and v be two functions defined on real numbers as u of x is equal to 2x minus 3 and v of x is equal to 3 plus x by 2. Prove that u and v are inverse to each other. അപ്പോൾ ഇതിൽ രണ്ട് കൺസെപ്റ്റ്സ് ആണ് ചോദിക്കുന്നത്. ഇത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേത് കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്നുള്ളതാണ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അതായത് സപ്പോസ് നമുക്ക് 3 ഡൊമൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, എ ഡൊമൈൻ, ബി ഡൊമൈൻ, സി ഡൊമൈൻ. അപ്പം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഫ്രം എ ഡൊമൈൻ ടു ബി ഡൊമൈൻ. അതായത് എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആൻഡ് ജി ഈസ് ഡിഫൈൻഡ് ഫ്രം ബി ടു സി. അപ്പം സപ്പോസ് നമുക്ക് എ ഡൊമൈനുള്ള ഒരു ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ സി ഡൊമൈനിൽ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബി ഡൊമൈൻ കണ്ടുപിടിക്കണം, ബി ഡൊമൈനിലെ ആർഗ്യുമെൻ്റ് എന്താണ് കണ്ടുപിടിക്കണം, അത് വെച്ചിട്ട് ജി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സി ഡൊമൈൻ കണ്ടുപിടിക്കണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കാം. എന്നിട്ട് ഡയറക്റ്റ്, അപ്പം കോമ്പോസിറ്റ് ഫംഗ്ഷൻ ലിങ്ക്സ് ഡയറക്റ്റ് എ ടു സി, അതായത് എ ഡൊമൈനിലെ സി ഡൊമൈനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം കോമ്പോസിറ്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്ങിങ് ടു എ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സിയിലുള്ള എന്താണോ ഇമേജ് അത് കിട്ടും. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പം ഫൈനൽ ആൻസർ സൈൻ എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. യു ഓഫ് എക്സ് ഈസ് ഈക്വൽ 2x മൈനസ് 3യും വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് എക്സ് ബൈ 2. ഈ രണ്ട് ഫംഗ്ഷനും ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് ആണ്. അതായത് യു ഓഫ് എക്സ് വി ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സും വി ഓഫ് എക്സ് യു ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സും ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം സപ്പോസ് വി ഓഫ് എക്സ് യു ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക? അതായത് നമ്മൾ വി ഓഫ് യു ഓഫ് എക്സ് കാണുമ്പോൾ നമ്മുടെ ആൻസർ യു ഓഫ് എക്സിൻ്റെ ആർഗ്യുമെൻറ്റ് കിട്ടണം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളുടെ കയ്യിലൊരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. കാരണം ആ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എക്സ് ഇട്ട് കൊടുത്താലാണ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ സപ്പോസ് യു ഓഫ് എക്സ് വി ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യു ഓഫ് വി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് എന്താണ് യു ഓഫ് എക്സിൻ്റെ ആർഗ്യുമെൻ്റ് ആണോ ചെക്ക് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് അത് നോക്കാം. യു വിൻ്റെ ഇൻവേഴ്സ് ആണോ കണ്ടുപിടിക്കുക. അപ്പം ഫസ്റ്റ് യു ഓഫ് വി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പം യു ഓഫ് വി ഓഫ് എക്സ് എന്ന് പറയുമ്പം യു ഓഫ് 3 പ്ലസ് എക്സ് ബൈ 2. അപ്പം ഇതിൽ 3 പ്ലസ് എക്സ് ബൈ 2 ഇട്ട് കൊടുത്താൽ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്കിന്ന് മനസ്സിലായി യു വിൻ്റെ ഇൻവേഴ്സ് ആണോ എന്ന് കിട്ടി. ഇനി അടുത്തത് വി യുവിൻ്റെ ഇൻവേഴ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വി ഓഫ് യു ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ വി ഓഫ് യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വി ഓഫ് 2x മൈനസ് 3. അപ്പം അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ഓഫ് യു ഓഫ് എക്സും എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷനാണ്, അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അതായത് വി ഓഫ് യു ഓഫ് എക്സിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടും ഓരോന്നിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇൻവേഴ്സ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് നമ്മളെടുത്തൊരു എക്സ് എന്ന് പറഞ്ഞൊരു ഡൊമൈൻ്റെ എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അപ്പം സപ്പോസ് ദിസ് വിൽ ബി എ ഡൊമൈൻ. അപ്പം ബി ഡൊമൈൻ വേറെ ഒന്ന്, അതിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നതാണ് എഫ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ആർഗ്യുമെൻ്റായിട്ട് സപ്പോസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണാൻ തിരിച്ച് എക്സ് കിട്ടണം. അപ്പോൾ നമ്മൾ ജി എഫിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണും, എന്നിട്ട് എക്സ് കിട്ടുന്നുണ്ടോ നോക്കും. അതാണ് നമ്മൾ ഇതിൽ ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ എ പാർട്ട്, ഫോർ ദി സിമെട്രിക് മാട്രിക്സ് എ
given 2x 4 5 3 8 4 y 9 find values of x, y. രണ്ടാമത്തെ പാർട്ട് ഫ്രം ദി പാർട്ട് എ വെരിഫൈ എ ട്രാൻസ്പോസ് ആൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആർ സിമെട്രിക് മാട്രിക്സ്. അപ്പോൾ ഇത് മാട്രിസസ് എന്ന പാഠത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എ സിമെട്രിക് മാട്രിക്സ്. സിമെട്രിക് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ, അതായത് എൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ അതും എയും സെയിം ആയിരിക്കും. മനസ്സിലായി? അപ്പം നമുക്ക് തന്നിട്ടുണ്ട് എ സിമെട്രിക് മാട്രിക്സ് ആണ് എന്ന്. അപ്പോൾ അത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം ഇതാണ് എ മാട്രിക്സ്. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റോ കോളമാവും, ഓരോ റോവും കോളമാവും, ഓരോ കോളവും റോ ആവുകയും ചെയ്യും. അപ്പം ഇത് രണ്ടും ഇതിൻ്റെ ഓരോ എലമെൻറ്റും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു 5 പിന്നെ വൈ ഈക്വൽ ടു 8. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എ ട്രാൻസ്പോസ് ആൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഇത് രണ്ടും സിമെട്രിക് മാട്രിക്സ് ആണ് എന്ന് വെരിഫൈ ചെയ്യാണ് വേണ്ടത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തേത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാട്രിക്സ് കിട്ടി, അത് കാരണം എക്സ് വൈ വാല്യൂ എല്ലാം കിട്ടി, എ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാട്രിക്സ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എ കണ്ടു പിന്നെ എ ട്രാൻസ്പോസ് കണ്ടു, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എലമെൻറ്റ്സ് എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ എ പ്ലസ് എ ട്രാൻസ്പോസും നമുക്കറിയാം എ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഓരോ എലമെൻറ്റും എഴുതിയിട്ട് എന്നിട്ട് അതിൻ്റെ എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചിട്ട് ഓരോ എലമെൻറ്റ് വൈസ് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ ട്രാൻസ്പോസിൻ്റെ ടോട്ടൽ ട്രാൻസ്പോസ് കാണാം, ജസ്റ്റ് എലമെൻറ്റ്സ് ഒന്നും എഴുതാതെ തന്നെ. അപ്പം എ ട്രാൻസ്പോസിൻ്റെ ടോട്ടൽ ട്രാൻസ്പോസ് കാണാം. ടോട്ടൽ ട്രാൻസ്പോസ് അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാൻസ്പോസ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, പിന്നെ എ ട്രാൻസ്പോസ്. അപ്പോൾ ഇതും സെയിം ആണ്. അപ്പോൾ എന്താണ്? എ ട്രാൻസ്പോസ് സിമെട്രിക് ആണ് പ്രൂവ് ചെയ്തു. അതേപോലെ ഇനി നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? ബി ട്രാൻസ്പോസ്, അതായത് എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് പ്ലസ് എൻ്റെ ട്രാൻസ്പോസ്. അപ്പം ഇത് രണ്ടും കൂടി കണ്ടാൽ എന്താണ്? ഇതിൻ്റെ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ തന്നെ വരും. അപ്പോൾ ഇത് അഡിഷൻ ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് പ്ലസ് എ ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നാണ്. അപ്പം ഇതും രണ്ടും ഈക്വലായി വന്നു. അപ്പോൾ ഇതും എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസും സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദി കർവ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. രണ്ടാമത്തെ പാർട്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ടു ദി എബവ് കർവ് വിച്ച് ഈസ് പാരലൽ ടു ദി ലൈൻ 2x മൈനസ് y പ്ലസ് 9. അപ്പോൾ ഇതിൽ നമുക്ക് കർവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാൻജൻറ്റ്, അതായത് അതിനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. അത് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ പാഠത്തിലുള്ളതാണ്. അപ്പം നമുക്കെന്താ ഈ കർവിൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. dy/dx ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ എന്ത് വരും? 2x മൈനസ് 2 എന്ന് വരും. അതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. പക്ഷേ ഇതിൻ്റെ വാല്യൂ കറക്റ്റ് നമുക്കറിയില്ല. ചില ക്വസ്റ്റ്യനിൽ ഈ കറക്റ്റ് പോയിന്റ് തരും. അറ്റ് പോയിന്റ് x0, y0 എന്താണ് സ്ലോപ്പ് എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ കർവിൻ്റെ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിനുശേഷം തന്ന വാല്യൂസ്, അതായത് x0, y0 എന്നാണ് പോയിന്റ്, ഇതിലിട്ട് കൊടുത്താൽ കറക്റ്റ് വാല്യൂ ഓഫ് ദി സ്ലോപ്പ് കിട്ടും. ഇപ്പം നമുക്ക് വാല്യൂ കാണാൻ പറഞ്ഞിട്ടില്ല, കാരണം പോയിന്റ്സ് തന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് വേറൊരു ലൈൻ തന്നിട്ടുണ്ട്, അതായത് ആ ലൈന് ടാൻജൻറ്റിന് പാരലലാണ് തന്നിട്ടുണ്ട്. എന്നിട്ട് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം ടാൻജൻറ്റിൻ്റെ പാരലലാണ് വേറൊരു ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻ്റെതും ടാൻജൻറ്റിൻ്റെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷന് എന്താണ് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് നോക്കാം. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2x മൈനസ് y പ്ലസ് 9 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ y ഈക്വൽ ടു 2x പ്ലസ് 9 ആവും. അതായത് y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞ ഫോമിലേക്ക്. അത് അതിൽ നിന്ന് m ആണ് സ്ലോപ്പ്. അപ്പം സോൾവ് ചെയ്ത് വരുമ്പം സ്ലോപ്പ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കറിയാം നമുക്കൊരു ലൈൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് പല രീതിയിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന്, നമ്മൾ കയ്യിൽ സ്ലോപ്പും ഒരു പോയിൻറ്റും, ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ
ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തരാണെങ്കിലും നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, സ്ലോപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്ലോപ്പ്, ഇനി ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് നമുക്കറിയാം, സ്ലോപ്പിൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പോൾ ഈ സ്ലോപ്പിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ നമ്മൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ഇനി വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, ആ എക്സിൻ്റെ വാല്യൂ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പം ഈ ടാൻജൻറ്റ് കർവിനെ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ് നമുക്ക് കിട്ടും. എക്സ് കോമ വൈ എന്ന് പറഞ്ഞ 2 പോയിന്റ് നമുക്ക് കിട്ടും. അപ്പം ടച്ച് ചെയ്യുന്ന ആ ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്കായി, അതേപോലെ തന്നെ ലൈൻ്റെ സ്ലോപ്പ് പോയി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പാർട്ട് എ എന്ന് കിട്ടിയ ലൈൻ്റെ സ്ലോപ്പിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ് 2x - 2. ഇനി സ്ലോപ്പിൻ്റെ വാല്യൂ 2 ആണ് നമുക്ക് പാർട്ട് ബി എന്ന് കിട്ടുകയും ചെയ്തു. അപ്പം ഇത് സോൾവ് ചെയ്തപ്പോൾ x = 2 എന്ന് കിട്ടി. അതേപോലെ ആ x = 2 എന്ന വാല്യൂ കർവിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പം വൈൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പം പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 2,1 എന്നാണ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ലോപ്പ് 2 ആണ്. അപ്പം സ്ലോപ്പ് തന്നിട്ടുണ്ട്, പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാം. y - y1 = dy/dx × x - x1. അതായത് y - y1 = m × x - x1, സ്ലോപ്പ് × x - x1 എന്നാണ് ലൈൻ്റെ ഇക്വേഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഫോമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള x1 y1 എന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ dy/dx സ്ലോപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഫൈനലി നമുക്ക് കിട്ടും y - 2x + 3 = 0 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇഫ് ഇൻ്റഗ്രേഷൻ f(x) dx = log of tan x + c ഫൈൻഡ് f(x). പിന്നെ ഇവാലുവേറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് 1/√1 - 4x² dx. അപ്പോൾ ഇതിൽ ആദ്യത്തേത് കാണാൻ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റിൽ സ്പെഷ്യൽ ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഡയറക്റ്റ് തന്നിട്ടുള്ള ആ ഇക്വേഷൻസ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് f(x) dx = log tan x + c എന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? log of tan x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/tan x × tan x ഡെറിവേറ്റീവ്, അതായത് sec²x. സീൻ്റെത് 0. അപ്പോൾ ഫൈനൽ 2 cosec 2x എന്ന് കിട്ടും. രണ്ടാമത്തെ പാട്ടിൻ്റെത് ഇൻ്റഗ്രേഷൻ ഓഫ് 1/√1 - 4x² dx എന്നാണ്. അപ്പോൾ ഇതിൻ്റെത് നമുക്ക് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോമുല ഇതിൽ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ ഇക്വേഷൻസും പഠിച്ചു വെച്ചാൽ എന്തായാലും ഡയറക്റ്റായിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പം ഇതിൽ നിന്ന് ചോദിക്കുക ഇൻ്റഗ്രേഷൻ ഓഫ് 1/√4 എടുത്തു 4 - 1/4 - x². അപ്പം ഇതെന്തായി? നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലായി. ഏതാണ് സ്റ്റാൻഡേർഡ് ഫോം? ഇൻ്റഗ്രേഷൻ ഓഫ് dx/√a² - x² = sin inverse x/a + c എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് 4 പുറത്തെടുത്താൽ ഇതിൽ a എന്താണ്? ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം a എന്ന് പറഞ്ഞാൽ 1/2 ആണ്, പിന്നെ x². അത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ½ × sin inverse x/a + c, അതായത് ½ sin inverse 2x + c എന്നാണ് ആൻസർ. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y = f(x) ആൻഡ് ലൈൻസ് x = a, x = b ആൻഡ് ദി x ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു കർവ് ഉണ്ട്, 2 ലൈൻ, പിന്നെ ഒരു x ആക്സിസും. അപ്പം ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ x ആക്സിസ്, പിന്നെ x = a എന്ന് പറഞ്ഞ ലൈൻ, x = b എന്ന് പറഞ്ഞ ലൈൻ, പിന്നെ y = f(x) എന്ന റാൻഡ് ആയിട്ടുള്ളൊരു കർവ്. അപ്പോൾ ഇത് എൻക്ലോസ് ചെയ്ത ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എലോങ് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ y dx ഫ്രം x = a to x = b ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടും നമുക്കറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രേഷൻ a to b y dx, അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അഞ്ചാമത്തേൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ യൂസിങ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്കൊരു ഏരിയ തന്നിട്ടുണ്ട്, ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇത് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യണമെന്ന്. അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ അറിയാം. അപ്പം സാധാരണ നോർമൽ ട്രയാങ്കിൾ റെക്റ്റാങ്കിളൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതൊരു കർവിൻ്റെയും എൻക്ലോസ്ഡ് ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, പിന്നെ ഏത് മുതൽ ഏത് വരെയാണ് ലിമിറ്റ്, ഏത് മുതലാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് കർവിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. y = 3x. ഇത് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. 1 3 - 1 - 3, അതായത് y = 3x എന്നാണ്. സപ്പോസ് വേറെ ഏതെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ നമുക്ക് സപ്പോസ് 2 വേറെ
2 പോയിൻ്റാണ് തന്നതെങ്കിൽ അതിനിടയിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. y - y1 = m × x - x1 അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കർവിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത്. അപ്പം ആദ്യം നമ്മൾ കർവിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, പിന്നെ അതിനുശേഷം ഏത് മുതൽ ഏത് വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇതിൽ 1 മുതൽ 2 വരെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ y എന്ന് പറഞ്ഞ കർവിനെ y = 3x എന്ന് പറഞ്ഞ കർവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ = ഇൻ്റഗ്രേഷൻ 1 to 2 y dx = ഇൻ്റഗ്രേഷൻ 1 to 2 y dx എന്ന് പറഞ്ഞാൽ 3x dx 3 × x²/2 1 to 2. അപ്പോൾ ഫൈനൽ ആൻസർ 9/2 സ്ക്വയർ യൂണിറ്റ്സ്. അത്രയാണ് ഏരിയ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ദി ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോംഡ് ബൈ y = a sin x plus b cos x plus c where a and b are arbitrary constant is. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിൽ നിന്ന് ഫോം ചെയ്യണം. അപ്പോൾ ഈ തന്നതിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേണമെങ്കിൽ d²/dx അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ d³y/dx³ അതും കണ്ടുപിടിക്കാം. കാരണം ഇത് sin x cos x ആണ്. അപ്പോൾ എത്ര പ്രാവശ്യമാണെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് 3rd ആണ്. അപ്പം 3 പ്രാവശ്യം ചെയ്താൽ നമുക്ക് 3 ആണെന്ന് എൻ്റെ ആൻസർ. അപ്പോൾ ആദ്യം ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഏതാണോ അതാണ് ഓർഡർ. അപ്പോൾ ഇതിനെ d³/dx³ ചെയ്യുകയാണെങ്കിൽ 3 ആണ് ഓർഡർ. d²y/dx² ചെയ്യുകയാണെങ്കിൽ 2 ആണ് ഓർഡർ. അപ്പോൾ ഇതിലൊരു ഫിക്സഡ് ആയിട്ടൊരു ആൻസർ നമുക്ക് ഇതിൽ പറയാൻ കഴിയില്ല. അപ്പം മാക്സിമം ഇതിൽ 3 ഉള്ളത് കൊണ്ട് മാക്സിമം 3 വരെ ചെയ്യാനും പറ്റും. അതുകൊണ്ട് 3 ആണെന്ന് എഴുതാം. സപ്പോസ് ടെക്സ്റ്റിലൊക്കെ എങ്ങനെയാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫൈനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തരിക. സപ്പോസ് d²y/dx² plus dy/dx = 0 തരാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളതാണ് d³y/dx² ആണ്, d²y/dx² ആണ്. അപ്പം അതിൻ്റെ ഓർഡർ 2 ആണ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നമ്മളോട് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം 3 വരെ നമുക്ക് ഫോം ചെയ്യാം. അപ്പം 3 എന്ന് എഴുതാം ആൻസർ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ഇപ്പോൾ 3 ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ 3 എന്ന് എഴുതാം. സപ്പോസ് ഈ എക്സാമ്പിൾ നോക്കിയാൽ d³y/dx³ plus x² × d²y/dx² whole cube = 0. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഏതാ? ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ d³/dx³. അപ്പോൾ അതിൻ്റെ ഓർഡർ ഏതാ? 3 ആണ്. അപ്പോൾ ഇതാണ് 3rd ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് അങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുന്നത്. പിന്നെ പവർ ഉണ്ട്. പവർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ എന്താണോ അതാണ് പവർ. അപ്പോൾ ഇതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വരിക d³y/dx³ plus x³ × d²y/dx² whole cube. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം ഇതിൻ്റെ ഹയസ്റ്റ് ഓർഡർ d³y/dx³. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷേ ഇതിൽ d² പവർ 3 ഉണ്ട്. പക്ഷേ 3 അല്ല പവറായിട്ട് വരിക. ഇക്വേഷൻ്റെ പവർ എന്ന് പറയുമ്പം മാക്സിമം ഹയസ്റ്റ് ഓർഡർ ഓഫ് ഡെറിവേറ്റീവ് ഏതാണോ അതാണ്, അതിൻ്റെ പവറാണ് പവർ ഓഫ് ദി ഇക്വേഷൻ ആയിട്ട് വരിക. ഇനി ഇതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. sec² x tan y dx plus sec² y tan y dy = 0 എന്ന്. അപ്പോൾ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ. എക്സിൻ്റെ ടേംസ് വേറെയും വൈൻ്റെ ടേംസ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അപ്പം സോൾവ് ചെയ്യുന്നത് ഈസി ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് എക്സിനെ വൈനെ സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ tan x tan y കോമൺ എടുക്കുകയാണെങ്കിൽ sec² x/tan x dx plus sec² y/tan y dy എന്നാവും. എന്നിട്ട് ഇതിനെ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ആദ്യം ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോം ഏതാണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് tan x ഡെറിവേറ്റീവാണ് sec² x. അപ്പം f'(x/f(x) dx ഈ ഫോമിലാണുള്ളത്. അപ്പോൾ അതിന് ഇൻ്റഗ്രേഷൻ എന്താ വരിക? log of f(x plus c) ആണ്. അപ്പോൾ ഇതിൻ്റെ എന്ത് വരും? log of tan x plus c എന്ന് വരും. ഇതിൻ്റെത് log of tan y plus c എന്ന് വരും. അപ്പോൾ എല്ലാത്തിനെയും ഒരേ ഫോമിലാക്കാൻ വേണ്ടി cനെ log c എന്ന് എഴുതാം. അപ്പം ഫൈനൽ സോൾവ് ചെയ്യുമ്പം log a plus log b ആണ്. അപ്പോൾ log ab എന്ന് വരും. അപ്പം tan x tan y = c എന്നാവും ലോഗ് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ടെക്സ്റ്റിലുള്ള ഈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റൊക്കെ പഠിച്ചു വെക്കുന്നത് എളുപ്പമാണ്. കാരണം അത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുറേ എണ്ണത്തിന് ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനത്തെ ആയിരിക്കും. അപ്പം ഡയറക്റ്റ് ആൻസർ കിട്ടും. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഫാക്ടറി പ്രൊഡ്യൂസസ് 3 items P, Q and R at 2 plants A and B. The number of items produced and operating cost per hour is given. പ്ലാന്റ് എത്ര ഐറ്റമാണ്, ഓരോ ഐറ്റം എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ ഓരോ പ്ലാന്റിലും, അപ്പം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇറ്റ് ഈസ് ഡിസൈർഡ് ടു പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 500 items ഓഫ് ടൈപ്പ് പി, അത് പി എന്നുള്ള അറ്റ്ലീസ്റ്റ് 500 items, അറ്റ്ലീസ്റ്റ് 400 items ഓഫ് ടൈപ്പ് ക്യൂ
and at least 300 items of type R per day. Is it a maximization case or a minimization case? Why? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതൊരു മാനുഫാക്ചറിങ് പ്രോബ്ലമാണ്. മാനുഫാക്ചറിങ് പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ വർക്കിംഗ് കോസ്റ്റ് അങ്ങനെ ഏതെങ്കിലും കോസ്റ്റ് വരികയാണെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനാണ് നമുക്ക് നോക്കുക. അപ്പം ഇതിലിപ്പം ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് പ്രോബ്ലമാണ്? മിനിമൈസേഷൻ പ്രോബ്ലമാണ്. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണം. അതാണ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തായാലും നമ്മൾ പ്രോഫിറ്റാണ് നോക്കുക. സപ്പോസ് ഇവിടെ ഒരു പ്രോഫിറ്റാണ് തന്നിട്ടില്ലെങ്കിൽ ഇത് ഏത് കേസാവും? ഇത് മാക്സിമൈസേഷൻ കേസാവും. കാരണം നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് തന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു മിനിമൈസേഷൻ കേസാണ്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മാനുഫാക്ചറിങ് സിനാരിയോ. സോ അവർ എയിം വിൽ ബി ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ്, ബട്ട് ഹിയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഗിവൺ, സോ വി ഷുഡ് മിനിമൈസ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ ഒരു മിനിമൈസേഷൻ കേസാണ് ഇത്. നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് മിനിമൈസ് അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യേണ്ടത് അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഇതാണ് നമുക്ക് മാക്സിമൈസ് അല്ല മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് എൻ എക്സ് എന്നും ബീൻ്റെ വാല്യൂസ് വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ഈ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇതിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ 1000x + 800y അതാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ഓഫ് z 1000x + 800y. ഇതിൽ എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 500 items ഓഫ് ടൈപ്പ് പി പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് 20x + 30y ≥ 500. പിന്നെ അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 400 items ഓഫ് ടൈപ്പ് ക്യൂ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് 15x + 12y ≥ 400. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 300 items ഓഫ് ടൈപ്പ് ആർ പ്രൊഡ്യൂസ് ചെയ്യണം. ടൈപ്പ് ആർ അറ്റ്ലീസ്റ്റ് 300, അതായത് 25x + 23y ≥ 300. അപ്പോൾ ഇത്രയും കൺസ്ട്രെയിൻസ്. അതേപോലെ തന്നെ x, y > കാരണം അത് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡാണ്. അപ്പോൾ എന്തായാലും > 0 വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ്. അപ്പോൾ ഇനി ഇതിൽ വെച്ചിട്ട് ഏതാണ് മാക്സിമം മിനിമൈസ് പോയിന്റ് എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ലൈനും വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ആ ഗ്രാഫിൻ്റെ മുകളിൽ ഓരോ പോയിന്റ്, അതായത് ഓരോ വെർട്ടീസസ് മാർക്ക് ചെയ്തിട്ട് ആ വെർട്ടീസസ് ഇതിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഏതാണോ ഏറ്റവും മിനിമം കിട്ടുന്നത് അതായിരിക്കും മിനിമം വാല്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബൈ കൺസിഡറിങ് ഓൾ ദീസ് കൺസ്ട്രെയിൻസ്. അങ്ങനെയാണ് നമുക്ക് ഓരോന്നിൻ്റെ മാക്സിമം. അതിനൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് നമുക്ക് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ദി ഫംഗ്ഷൻ പി ഈസ് ഡിഫൈൻഡ് ആസ് ടു ഈച്ച് person on the earth is assigned a date of birth. Is this function 1 give reason. ഈ ഫംഗ്ഷൻ 1 ആണോ എന്നാണ് ചോദ്യം. 1 ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് വാല്യൂ ഓഫ് എക്സ്, അതായത് ഓരോ എക്സിൻ്റെ വാല്യൂനും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള f(x) ഉണ്ടാവും, അതായത് ഇമേജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ ഇമേജിനും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റും ഉണ്ടാവും. പക്ഷേ ഇതിലിപ്പം നമ്മൾ തന്ന എക്സാമ്പിൾ എന്താണ്? ഓരോ ആൾക്കാർക്കും ഓരോ ഡേറ്റ് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പം അത് ഒരു ഡേറ്റിൽ എത്ര ആൾക്കുണ്ടാവും? ഒരാൾക്ക് മാത്രമല്ലല്ലോ ഉണ്ടാവുക, പല ആൾക്കാർക്കുണ്ടാവും. അപ്പോൾ ഒരു 1 ഫംഗ്ഷൻ അല്ല അത്. ഓക്കെ, അപ്പം 1 ഫംഗ്ഷൻ അല്ല. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് in the range 0 to π/2 belonging to R given by f(x) = sin x, and function g belonging to 0 to π/2 R given by g(x) = cos x. അപ്പോൾ f(x) sin x ആണ്, g(x) = ഇത് നമുക്ക് കാണേണ്ടത് ഷോ ദാറ്റ് f and g are 1 ഫങ്ഷൻസ്. രണ്ടാമത്തേത് ഈസ് f + g 1 and y. നമുക്ക് ഇതിൽ 0 to π/2 ആണ് കൺസിഡർ ചെയ്തത്. അപ്പം 0 to π/2 സൈൻ എക്സിന് ഓരോ സൈൻ എക്സിനും ഓരോ എക്സിനും ഓരോ സൈൻ എക്സിൻ്റെ വാല്യൂസ് ഉണ്ടാവും. അതായത് ഓരോ ആംഗിളിനും ഓരോ സെപ്പറേറ്റ് സൈൻ എക്സ് ഉണ്ടാവും. 0 to π/2 ആയതുകൊണ്ട് 0 to π/2 അല്ലാതെ 0 to 2π ആണെങ്കിൽ 0 to 2π ആണെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു സൈൻ എക്സ് എടുക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ആംഗിൾസ് ഉണ്ടാവും. കാരണം ഫസ്റ്റ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റ് വരും, സെക്കൻഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റ് വരും, അങ്ങനെ വരും. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമാണുള്ളത്, 0 to π/2 ആണ്. അപ്പം ആദ്യം നമുക്കൊരു ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ f(x1) = f(x2) ആണെന്ന് അസ്യൂം ചെയ്തിട്ട് x1 = x2 ആണോ നോക്കാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് f(x1) = f(x2) എന്ന് കൊടുത്തു. അപ്പം f(x1) എന്ന് പറഞ്ഞാൽ sin x1 = sin x2. അപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ sin of x1 = sin of x2 എന്ന് പറഞ്ഞാൽ എന്താണ്?
x1 = x2 എന്നാണ്. അപ്പം f(x)(f(11) ആണെന്ന് കിട്ടി. അടുത്തത് നമുക്ക് g(x)ൻ്റെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ g(x) = cos x ആണ്. അതുപോലെ തന്നെ g(x1) = g(x2) എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ cos x1 = cos x2 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം cos x1 = cos x2 എന്ന് പറയുകയാണെങ്കിൽ x1 = x2 എന്നുള്ളതാണ് പ്രൂവ്ഡ് ആണ്. അപ്പം g is 11. അപ്പം g 11 ആണെന്നും കിട്ടി. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ f + g(x) 11 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം f + g(x) എന്ന് പറഞ്ഞാൽ sin x + cos x ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് f + g(x1) = f + g(x2) നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് x1 = x2 എന്ന് കിട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് 11 ആണ്. അപ്പം x1 x2 അപ്പോൾ sin x1 + cos x1 = sin x2 + cos x2 എന്ന് കിട്ടും. അപ്പം സൈനിനെ ഒരു ഭാഗത്തേക്കും കോസിനെ മറ്റേ ഭാഗത്തേക്കും ആക്കുകയാണെങ്കിൽ sin x1 - sin x2 = cos x2 - cos x1 എന്ന് കിട്ടും. നമുക്കറിയാം sin a - sin b എന്ന് പറഞ്ഞാൽ 2 cos a + b/2 sin a - b/2 ആണ്. അതേപോലെ തന്നെ cos a - cos b എന്ന് പറഞ്ഞാൽ -2 sin a + b/2 sin a - b/2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 2 cos x1 + x2/2 sin x1 - x2/2 അതാണ് -2 sin x1 + x2/2 sin x2 - x1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. cos of x1 + x2/2 = sin of x1 + x2/2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? x1 = π/2 - x2. അപ്പോൾ x1 ≠ x2 ആണ്. കാരണം ഇത് കോസ് ആണ്, ഇത് സൈൻ ആണ്. അപ്പം x1 = π/2 - x2. അപ്പോൾ x1 ≠ x2. അപ്പോൾ എന്താണ്? അതൊരു 1 ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ദി നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് ഫ്രം എ സെറ്റ് കണ്ടെയ്നിങ് 2 എലമെൻറ്റ്സ് ടു എ സെറ്റ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ്. അതായത് 2 സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. സപ്പോസ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു എ ബി എന്ന് പറഞ്ഞ 2 എലമെൻ്റുള്ള ഒരു സെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 3 എലമെൻ്റുള്ള സെറ്റ് ഇവിടെയുണ്ട്, സി ഡി ഇ. അപ്പോൾ ഇതിൽ നിന്ന് എത്ര 1 ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും? അപ്പം വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻറ്റിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഓരോ ഇമേജിനും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആർഗ്യുമെൻ്റ് ഉണ്ടാവണം. അതാണ് 1 ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 2 × 3 6 എണ്ണം 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എ സി ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കാം. അതേപോലെ തന്നെ എ ഡി ബി ഇ ഉണ്ടാക്കാം. ഇവിടെ എ സി ബി ഇ ഉണ്ടാക്കാം. അങ്ങനെ 6 എണ്ണം, ടോട്ടൽ 6 കോമ്പിനേഷൻ. അതായത് 2 × 3 6 കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 6 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ = sin 1 2x/1 + x², ബി = cos 1 1 - x² / 1 + x², സി = tan 1 2x/1 - x² സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ 3a - 4b + 2c = π/3 ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതിൽ tan x ഇട്ടാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നു. കാരണം ഇതേ ഫോർമാറ്റിലാണ് കോസിൻ്റെത് sin 2θ, cos 2θ, tan 2θ ഒക്കെ ടാൻ്റെ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആ റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് പഠിക്കണം. അതായത് sin 2θ സൈൻ്റെ കോസിൻ്റെ ടേംസിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ടാൻ്റെ ടേംസിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് x = tan θ എന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ a = sin 1 2 tan θ / 1 + tan² θ. അപ്പം ഇതെന്താണ് 2 tan θ / 1 + tan² θ എന്നാണ് sin 2θൻ്റെ ടാനുള്ള റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ. അപ്പോൾ sin 1 sin 2θ എന്ന് പറഞ്ഞാൽ 2θ ആണ്. അതേപോലെ b = cos 1 1 - tan² θ / 1 + tan² θ. ഇതെന്താണ് cos 2θൻ്റെ ടാനുള്ള റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ cos 1 cos 2θ പറയുമ്പോൾ 2θ. അതുപോലെ സി എന്ന് പറഞ്ഞാൽ tan 1 2 tan θ / 1 - tan² θ. അതായത് ഇതെന്താണ് tan 2θൻ്റെ ടാനുള്ള റെപ്രസെൻറ്റേഷനാണ്. അപ്പം tan 1 tan 2θ ആണ് 2θ. അപ്പം എൻ്റെ ബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 2θ, എല്ലാം 2θ ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം 3 × 2θ - 4 × 2θ + 2 × 2θ = π/3. ഇപ്പോൾ ഫൈനൽ θ = π/6 എന്ന് കിട്ടും. പക്ഷേ നമുക്ക് കാണേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പം θ കണ്ട് നിർത്തരുത്. എക്സിൻ്റെ വാല്യൂ കാണാൻ θ എന്താണ്? θ = tan 1 x ആണ്. അതായത് അല്ലെങ്കിൽ x = tan θ. ബട്ട് θൻ്റെ വാല്യൂ നമുക്കറിയാം tan π/6 എന്ന് പറഞ്ഞാൽ 1/√. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/√3 ആണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ദി ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് ഷോൺ ബിലോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഗ്രാഫ് തന്നതിൻ്റെ ഫംഗ്ഷൻ എഴുതണം. പിന്നെ രണ്ടാമത്തത് ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ ഒബ്റ്റൈൻഡ് അറ്റ് പാർട്ട് എ. ഈ ഫംഗ്ഷൻ്റെ
കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഡിസ്കസ് ദി ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ഫംഗ്ഷൻ ഒബ്റ്റൈനിങ് പാർട്ട്. ആദ്യം തന്നെ നമുക്ക് ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണെങ്കിൽ <0 എക്സ് സ്ക്വയർ ആണ്, -1 1 -2ൻ്റെ സ്ക്വയർ 4, അപ്പം എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി x <0 എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്, 0 0 ആണ്. അപ്പം ടോട്ടൽ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫോർ എക്സ് ലെസ് ദാൻ 0 0 ഫോർ എക്സ് ഈക്വൽ ടു 0 എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി രണ്ടാമത്തത് ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇത് രണ്ടും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. ഇതിൽ നോക്കിയാൽ കാണാം നമുക്ക് തീരെ ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഒരു ഷാർപ്പ് പോയിന്റ് വരുന്നത് എക്സ് ഈക്വൽ ടു 0 എന്നാണ് പോയിന്റ്. അപ്പോൾ അവിടെയുള്ള കണ്ടിന്യൂറ്റിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം മതി. അപ്പോൾ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യും, പിന്നെ അറ്റ് ദാറ്റ് പോയിന്റ് എന്താണ് ലിമിറ്റും ചെക്ക് ചെയ്യും. അപ്പോൾ അത് മൂന്നും സെയിം ആണെങ്കിൽ അത് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഇതിൽ ആദ്യം തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൈറ്റ് ഹാൻഡിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്, എക്സ് അപ്പം 0 ആണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, ലെഫ്റ്റ് ഹാൻഡിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, അതും 0. എഫ് ഓഫ് 0 എന്താണ്? അതും 0 ആണ്. അപ്പം എല്ലാം സെയിം ഈക്വൽ ടു 0. അപ്പം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി ഇത് ഡിഫറൻഷ്യബിൾ ആണോ നോക്കേണ്ടത്? ഇത് ഡിഫറൻഷ്യബിൾ അല്ല, കാരണം ഇതിനൊരു ഷാർപ്പ് പോയിന്റ് ഉണ്ട്. അപ്പം ഷാർപ്പ് പോയിന്റ്സ് ഉള്ള ഒരൊറ്റ ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാൻ പറ്റും. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ക്യൂബോയിഡ് വിത്ത് എ സ്ക്വയർ ബേസ് ആൻഡ് ഗിവൺ വോളിയം V ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. എക്സ്പ്രസ് ദി സർഫസ് ഏരിയ എസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. രണ്ടാമത്തെ പാർട്ട് ഷോ ദാറ്റ് ദി സർഫസ് ഏരിയ ഈസ് മിനിമം വെൻ ഇറ്റ് ഈസ് എ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഗിവൺ തന്നിട്ടുള്ള വേരിയബിൾ വെച്ചിട്ട് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അടിയിലത്തെ സർഫസ് ഏതാ? എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. അപ്പം മുകളിലും സെയിം വരിക. അപ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ, പിന്നെ ഈ സൈഡിലത്തെ സർഫസിൻ്റെ ഏരിയ എത്ര വരിക? എക്സ് ഇൻറ്റു വൈ. അപ്പം 2x സ്ക്വയർ പ്ലസ് 4xy, അതായത് എക്സ് വൈൻ്റെ 4 പാർട്ടുണ്ടാവും. ഒന്നിവിടെ, ഒന്ന് ഫ്രണ്ടിലെത്തതും. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് 4xy. പിന്നെ വോളിയം എന്താണ്? എക്സ് സ്ക്വയർ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എക്സ് സ്ക്വയർ വൈ. അപ്പോൾ ഇതിൽ നിന്ന് y ഈക്വൽ ടു v ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സർഫസ് ഏരിയ നമുക്ക് എക്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം സർഫസ് ഏരിയ എക്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ y റിമൂവ് ചെയ്യണം. y റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് v ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ എന്ന് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കാരണം ഇതിൽ v നമുക്ക് നോൺ വാല്യൂ ആണ്, അപ്പം അതൊരു വേരിയബിളായിട്ട് വരുന്നില്ല. അപ്പം s ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 4x ഇൻറ്റു v ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ s ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 4v ബൈ എക്സ്. ഇതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് സർഫസ് ഏരിയ ഇൻ ടേംസ് ഓഫ് എക്സ്. ഇനി അടുത്തതിൽ സർഫസ് ഏരിയത്തിൻ്റെ മിനിമം കണ്ടുപിടിക്കണം. അപ്പം ഇത് മിനിമൈസ് ചെയ്യണം. ഇത് മിനിമൈസ് ചെയ്യുമ്പോൾ ക്യൂബിലാണ് മിനിമം സർഫസ് ഏരിയ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ എഴുതാം. സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നോക്കുകയാണെങ്കിൽ 2x സ്ക്വയർ പ്ലസ് 4v ബൈ എക്സ്. അപ്പം മിനിമം ഈ സർഫസ് ഏരിയൻ്റെ മിനിമം കണ്ടെത്താൻ വേണ്ടി ആ ഫസ്റ്റ് ഡിഫറൻഷ്യൽ എടുക്കും, അത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. ഏതൊരു ഫംഗ്ഷൻ്റെ മിനിമം കാണാൻ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, അത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോഴാണ് അത് മിനിമം ആവുന്നത്. അല്ലാതെ സപ്പോസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് മാക്സിമം ആണ്, നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമം ആണ് വരിക. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ വരിക? 4x മൈനസ് 4v ബൈ എക്സ് സ്ക്വയർ ആണ് വരിക. അപ്പം ds ബൈ dx 4x മൈനസ് 4v ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ അതിനെ 0 ഇക്വേറ്റ് ചെയ്തു. v ഈക്വൽ ടു എക്സ് ക്യൂബ്, എക്സ് ഈക്വൽ ടു v റൈസ് ടു 1/3 ആണ് കിട്ടി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു 4 പ്ലസ് 8v ബൈ എക്സ് ക്യൂബ്. അപ്പോൾ v ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് ഇത് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടാൽ 4 പ്ലസ് 8 ഈക്വൽ ടു 12 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ds ബൈ dx 0 ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം അറ്റ് ദാറ്റ് പോയിന്റ് s ഈസ് മിനിമം. അപ്പോൾ എപ്പോഴാണ് ഏതാണോ പോയിന്റ്? v ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. v ഈക്വൽ ടു എക്സ് ക്യൂബ്, അതായത് y ഈക്വൽ ടു v ബൈ എക്സ് സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് v ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നിട്ടാൽ y ഈക്വൽ ടു എക്സ്, അതായത് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലാണ് സർഫസ് ഏരിയ മിനിമം. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും എക്സ് ആണ്, അതായത് ഇതൊരു ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ ഇതിലാണ് മിനിമം എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ
if 2x plus 4 equal to a into 2x plus 3 plus b, find a and b. Second part, using part a, evaluate 2x plus 4 by x square plus 3x plus 1 dx. അപ്പോൾ ഇത് കണ്ടു. അപ്പം ആദ്യം ഇത് കണ്ടുപിടിക്കുക എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, എന്നിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യനോട് ഇക്വേറ്റ് ചെയ്യുന്നു, അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റിനെ ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബിയിലെ വാല്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം 2x plus 4 ഈസ് ഈക്വൽ ടു മറ്റേത് എക്സ്പാൻഡ് ചെയ്തപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തപ്പോൾ a ഈക്വൽ ടു 1 എന്ന് കിട്ടി. പിന്നെ 3a plus b ഈക്വൽ ടു 4, a 1 ആണ്. അപ്പം ബീൻ്റെ വാല്യൂ എന്താ വരിക 1. അപ്പം a ഈക്വൽ ടു 1 b ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഈ ആൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2x plus 4നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 2x plus 3 plus 1 എന്ന്. അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഏതാണ്, ഇൻ്റഗ്രേഷൻ ഓഫ് 2x plus 4 by x square plus 3x. അപ്പോൾ 2x plus 4 നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2x plus 3 by x square plus 3x plus 1 dx plus 1 by x square plus 3x. ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിലുള്ളത്. അപ്പം അത് ഡയറക്റ്റ് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച അതേ ഇക്വേഷനാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എഫ് ഓഫ് എക്സ് ആണ്. അത് ഡയറക്റ്റാണ്. അപ്പം ഡയറക്റ്റായിട്ടുള്ള പഠിച്ചാൽ വളരെ നല്ലതാണ്. ഡയറക്റ്റ് ഇക്വേഷൻസ് ഓർമ്മയിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെത് എന്ത് വന്നു, ലോഗ് ഓഫ് ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഫോമിലാണല്ലോ. അപ്പം ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 എന്ന് വന്നു. പ്ലസ് ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷനാണ് നമുക്ക് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലേക്ക് നമുക്ക് മാറ്റിയത്. അപ്പം ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് പിന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 9/4 മൈനസ് 9/4 പ്ലസ് 1 എന്ന് എഴുതി. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് രണ്ടും കൂടി ചെയ്താൽ √5/2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ 9/4 ആഡ് ചെയ്തത്. അപ്പോൾ ആ 9/4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പം അതെങ്ങനെയാണ് ഈ 9/4 എങ്ങനെ കിട്ടി എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഈ ഫോമിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്, ഇത് നമുക്ക് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതേണ്ടതെന്ന് വിചാരിക്കാം. എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. അപ്പം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2xa പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, 2xയും തന്നിട്ടുണ്ട്. നമുക്ക് എ സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് എ കണ്ടുപിടിക്കാമല്ലോ. എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ കണ്ടുപിടിക്കാം 2a ഈസ് ഈക്വൽ ടു 3 ആണ്. ഇത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 2a ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പം a ഈക്വൽ ടു 3/2. അപ്പം ഇവിടെ ഒരു എ സ്ക്വയറും കൂടി വരികയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം അതിന് വേണ്ടി ഒരു എ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എ സ്ക്വയർ ആഡ് ചെയ്തതിൻ്റെ എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തത്. അപ്പം ഇൻ എഫക്റ്റ് ഇതിലൊന്നും വന്നിട്ടില്ല, പക്ഷേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പം എന്ത് ചെയ്ത് എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് ഇത് രണ്ട് സോൾവ് ചെയ്ത് √5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഇങ്ങനത്തെ വന്നതിൻ്റെ സൊല്യൂഷൻ, അതായത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതിൻ്റെ സൊല്യൂഷൻ തന്നെ ടെക്സ്റ്റിൽ സ്റ്റാൻഡേർഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറഞ്ഞു കൊടുത്താണ് 1/2a ലോഗ് ഇത് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഓക്കെ, അപ്പം അത് ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 പ്ലസ് ഇതിനൊക്കെ ആൻസർ ചെയ്ത് 1/√5 ലോഗ് എക്സ് പ്ലസ് 3 മൈനസ് √5/2 ബൈ എക്സ് പ്ലസ് 3 പ്ലസ് √5/2 പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ വരിക. അടുത്ത നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺസിഡർ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ cos square x dy/dx പ്ലസ് y ഈക്വൽ ടു tan x. ഫൈൻഡ്. ഒന്നാമത്തേത് ഇറ്റ്സ് ഡിഗ്രി, സെക്കൻഡ് വൺ ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, തേർഡ് വൺ ദി ജനറൽ സൊല്യൂഷൻ. അപ്പം ഇതിലെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാക്സിമം ഓർഡർ ഉള്ളതിൻ്റെ പവർ എന്താണോ അതാണ് ഡിഗ്രി. ഇതിലിപ്പോൾ മാക്സിമം ഓർഡർ ഏതാ, ഫസ്റ്റ് ഓർഡറാണ് dy/dx. അതിൻ്റെ ഡിഗ്രി എന്താ 1 ആണ്. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഗ്രി 1 ആണ്. ഇനി തന്നിരിക്കുന്ന ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ dy/dx പ്ലസ് py ഈക്വൽ ടു q. ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതേ ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പം ഇതിനെ കോസിനെ കോമൺ എടുക്കുകയാണെങ്കിൽ dy/dx പ്ലസ്
y ബൈ കോസ് സ്ക്വയർ എക്സ്, അതായത് 6 സ്ക്വയർ എക്സ് ബൈ ഈക്വൽ ടു ടാൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അപ്പം ഇനി കാണേണ്ടത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ്. പി എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ വൈ ആണ്. ഓക്കെ, അപ്പം ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്, ഇ റേസ് ടു ഇൻ്റഗ്രൽ 6 സ്ക്വയർ എക്സ് ഡി എക്സ് എന്നായി. ഓക്കെ, 6 സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ 6 സ്ക്വയർ എക്സ് ഡി എക്സ് എന്താ? ടാൻ എക്സ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ടാൻ എക്സ് ആണ്. ഇനി ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാം. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതായത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ്. ഇതാണ് ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോർമുല. ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടാൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്, അതാണ് ക്യൂ, ടാൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു ബി ഡി എക്സ്, ഇ റേസ് ടു ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പം ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യു ഈക്വൽ ടു ടാൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം യു ഈക്വൽ ടു ടാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? y ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ്, അല്ലെങ്കിൽ ഇ റേസ് ടു യു എന്ന് എഴുതാം, കുഴപ്പമില്ല, കാരണം ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇവിടെ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് യു ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് എന്ന് എഴുതുന്നത്. അപ്പോൾ യു ഇൻറ്റു ഇ റേസ് ടു യു ഡി യു. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. സപ്പോസ് ഇൻ്റഗ്രൽ ഓഫ് യു ഇൻറ്റു വി ഇതിൻ്റെ ഫോർമുല ആണ്. അപ്പോൾ അതേപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ടാൻ എക്സ്, അതായത് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു യു തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ടാൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു യു, അതായത് ഇ റേസ് ടു യു ആണ്, അതായത് ഇ റേസ് ടു ടാൻ എക്സ്. അപ്പം ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക, പ്ലസ് സി കോൺസ്റ്റൻറ്റ്. നമുക്ക് അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 3 പോയിൻറ്റ്സ് എ, ബി, സി ആർ ഗിവൺ ടു ബി i plus 3j plus 3k, 4i plus 4k and minus 2i plus 4j plus 2k respectively. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഫൈൻഡ് എ ബി ആൻഡ് എ സി, ഈ രണ്ട് വെക്ടർ കണ്ടുപിടിക്കണം. ഈ രണ്ടാമത്തെ പാർട്ട് ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. മൂന്നാമത്തേത് ഫൈൻഡ് ദി വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ബി ആൻഡ് എ സി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ്. ഇതിലാദ്യം നമുക്ക് ഓരോന്നിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതാം. അപ്പം വേണ്ടത് ബി സി. ഇനി എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി മൈനസ് എ, അതായത് ബിന്ന് എ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എ ബി എന്ന് പറഞ്ഞ വെക്ടർ കിട്ടും. അപ്പം ബിന്ന് എ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏത് രണ്ട് പോയിന്റ്, അപ്പം x1 എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, x1 എന്ന് പറഞ്ഞൊരു പൊസിഷൻ വെക്ടർ ഉണ്ട്, x2 എന്ന് പറഞ്ഞ വേറൊരു പൊസിഷൻ വെക്ടർ തന്ന് ഇതിൻ്റെ ഇടയിലുള്ള x1 to x2 പൊസിഷൻ വെക്ടർ, അതായത് x1 x2 വെക്ടർ കാണാൻ പറയുകയാണെങ്കിൽ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ്, ഡയറക്ഷൻ കോർഡിനേറ്റ്സ് കിട്ടും. അപ്പം എ ബിൻ്റെ കാണാൻ ഫൈനൽ പോയിന്റ് ബി ആണ്. അപ്പം ബി മൈനസ് എ, അപ്പോൾ ബി മൈനസ് എ ചെയ്യുകയാണെങ്കിൽ 4 മൈനസ് 1 3, അങ്ങനെ ചെയ്താൽ 3i മൈനസ് 3j പ്ലസ് കെ കിട്ടും. അതേപോലെ തന്നെ എ സി കാണാൻ സി മൈനസ് എ, കാരണം സി ആണ്, എ ടു സി ആണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്, അപ്പോൾ മൈനസ് 2i പ്ലസ് 4j പ്ലസ് 2k മൈനസ് എ ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ഇതിൽ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ എ ബിൻ്റെ എ സിൻ്റെ ഇടയിലുള്ള ആംഗിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം എ ബിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എ സിൻ്റെത് നമുക്കറിയാം. അപ്പം രണ്ട് വെക്ടറിൻ്റെയും കംപ്ലീറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ ഇടയിലുള്ള രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബിൻ്റെ എ സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റ് ഇൻറ്റു കോസ് തീറ്റ, അതായത് ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. അപ്പോൾ അതിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ തീറ്റ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം എ ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തി, എ സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തി. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ബി ഡോട്ട് എ സി
എ ബി ഡോട്ട് എ സിൻ്റെ ഇക്വേഷൻ എന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി കോസ് തീറ്റ ആണ്. അപ്പോൾ കോസ് തീറ്റേണ്ടത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എ ബി ഡോട്ട് എ സി ചെയ്യുകയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണേണ്ടത് നമുക്കറിയാം. ഇതിൻ്റെ ഓരോ 3 ഇൻറ്റു -3 അങ്ങനെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ -13 കിട്ടും. -13/√19 ഇൻറ്റു √11. അപ്പോൾ ഇതിൻ്റെ കോസ് ഇൻവേഴ്സ് ചെയ്താൽ തീറ്റ കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 13/√19 ഇൻറ്റു √11 ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എ ബിൻ്റെയും എ സിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണണം. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എ ബിൻ്റെ എ സിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാം. നമുക്കറിയാം എ ബി രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ കൺസെപ്റ്റാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണും. എ ബി ക്രോസ് എ സി കാണും. അപ്പോൾ നമുക്ക് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വെക്ടർ കിട്ടും. പക്ഷേ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പം അതിനുവേണ്ടി അതിൻ്റെ മാഗ്നിറ്റ്യൂഡോട് ഡിവൈഡ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ വെക്ടർ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് അതിനോട് ഡിവൈഡ് ചെയ്താൽ എന്താണ്, അത് യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. എന്നിട്ട് അതിനെ നമുക്ക് ഇഷ്ടമുള്ള മാഗ്നിറ്റ്യൂഡോട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര മാഗ്നിറ്റ്യൂഡിന് ആവശ്യമുള്ള ഇതാണോ വെക്ടറാണോ ആവശ്യമുള്ളത് അത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ക്രോസ് പ്രോഡക്റ്റ് ആണ് എ ബി ക്രോസ് എ സി ക്രോസ് പ്രോഡക്റ്റ് കാണാൻ IJK 3 - 3 എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. അതായത് I ഇൻറ്റു -3 ഇൻറ്റു -1 -1 ഇൻറ്റു 1. അപ്പോൾ അത് ചെയ്താൽ ഫൈനൽ അങ്ങനെ ഓരോന്നിൻ്റെ J ഇൻറ്റു 3 ഇൻറ്റു -1 -3 ഇൻറ്റു 1 K ഇൻറ്റു 3 ഇൻറ്റു 1 -3 ഇൻറ്റു -3. അത് ചെയ്താൽ 2i - 6k എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √2² + 6², അതായത് √40 എന്ന് കിട്ടും. ഇനി അപ്പം വെക്ടർ നമുക്കൊരു വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി കിട്ടി. ഇനി അതിൻ്റെ യൂണിറ്റ് വെക്ടർ ആക്കണം. അപ്പോൾ യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് 2i - 6k/√40 മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊരു യൂണിറ്റ് വെക്ടറാണ് ഇൻ ദി ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് യൂണിറ്റ് വെക്ടർ അല്ല, മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ് ഉള്ള ഒരു വെക്ടറാണ്. അപ്പോൾ അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 9 ഇൻറ്റു 2i - 6k/√40 ഇതാണ് ഫൈനൽ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 9 ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി. ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ആർ കോപ്ലാനാർ വെക്ടേഴ്സ് റൈറ്റ് ദി വെക്ടർ പെർപെൻഡിക്കുലർ ടു എ. അതേപോലെ തന്നെ ഇഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ആർ കോപ്ലാനാർ പ്രൂവ് ദാറ്റ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ആൻഡ് വെക്ടർ സി പ്ലസ് വെക്ടർ എ ആർ കോപ്ലാനാർ. അപ്പം 3 വെക്ടർ കോപ്ലാനാർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അതായത് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണും. അപ്പം ആ രണ്ടെണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം ഇരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ആ ക്രോസ് പ്രോഡക്റ്റ് കിട്ടിയ വെക്ടറിനെ മൂന്നാമത്തേതിനോട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യും. അപ്പം 0 ആണല്ലോ കിട്ടുക, കാരണം ഇത് മൂന്നും ഒരേ പ്ലെയിനിലാണ്. അപ്പം ഇത് രണ്ടെണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ബിക്കും സിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ തന്നെ എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, കാരണം എയും അതേ പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് എയും നമുക്ക് ബി ക്രോസ് സി ചെയ്ത് കിട്ടിയ വെക്ടറും രണ്ട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്ര, π/2 ആണ്. അപ്പം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി കോസ് തീറ്റ എന്നാണ്, അതായത് അതിൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ് ആണ്. അപ്പോൾ π/2 ആണ്, കോസ് π/2 0 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, മീൻസ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് വെച്ചിട്ട് കോപ്ലാനാർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണും, അത് 0 ആണെങ്കിൽ കോപ്ലാനാർ ആണ്, മനസ്സിലായല്ലോ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞത് 3 വെക്ടർ തന്നിട്ടുണ്ട്, 3 കോപ്ലാനാർ ആണ്. അപ്പം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഏതാണ്. അപ്പം ഇതിന് എ ക്രോസ് ബി എന്തായാലും എക്ക് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ബി ക്രോസ് എ, പിന്നെ സി ക്രോസ് എ, അതൊക്കെ എക്ക് പെർപെൻഡിക്കുലർ. ഇനി ബി ക്രോസ് സിയും ഇവിടെ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരില്ല, കാരണം എന്താണ്, ഈ 3 ഒരേ പ്ലെയിനിലാണുള്ളത്. അപ്പം ബിയും സിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ബി ക്രോസ് സി. അപ്പം അതേ പ്ലെയിനിലാണ് എ ഉള്ളത്, അപ്പോൾ അതിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും ഏത്, ബി ക്രോസ് സി. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട്. അപ്പം ഇതിലെല്ലാ ക്രോസ് പ്രോഡക്റ്റും എൻ്റെ പെർപെൻഡിക്കുലറാണ്. ഈ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ 3 കോപ്ലാനാർ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ആഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതും കോപ്ലാനാർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കോപ്ലാനാർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കുക. അതായത് ഏതെങ്കിലും 2 എടുത്തിട്ട് അതിന് ക്രോസ് പ്രോഡക്റ്റ് കാണും, എന്നിട്ട്
അതും മറ്റേതും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പം എല്ലാം ഒരേ പ്ലെയിനിലാണെങ്കിൽ 0 എന്ന് കിട്ടും. അപ്പം നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഈ 3 എണ്ണമാണ്. അപ്പം 3 എണ്ണം എഴുതി. ഈ 3 വെക്ടറാണ്. ഈ 3 വെക്ടറിൻ്റെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ കാണും. അപ്പം a പ്ലസ് ബി ഡോട്ട് ബി പ്ലസ് സി ക്രോസ് സി പ്ലസ് എ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിയും ബി പ്ലസ് സി. അപ്പോൾ ഇത് എന്താണ്, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക എങ്ങനെയാണ്, എ ഡോട്ട് ബി ക്രോസ് സി പ്ലസ് എ ഡോട്ട് ബി ക്രോസ് എ. അപ്പം ബി ക്രോസ് സി എക്ക് പെർപെൻഡിക്കുലറാണ്, കാരണം എ ബി സി കോപ്ലാനറാണ്. അപ്പം ബി ക്രോസ് സി ഡോട്ട് എ 0 ആണ്. ബി ക്രോസ് എ അത് എന്തായാലും എക്ക് പെർപെൻഡിക്കുലറാണ്. അപ്പം അത് ഡോട്ട് എ അതും 0 ആണ്. സി ക്രോസ് സി അത് സിക്ക് പെർപെൻഡിക്കുലറാണ്. സിക്ക് പെർപെൻഡിക്കുലർ ആണെന്നാണ് എക്കും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അങ്ങനെ എല്ലാത്തിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഇനി ബി വെച്ചിട്ടാണെങ്കിലും എല്ലാം ബിക്കും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ ഫൈനൽ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, ഇതും കോപ്ലാനറാണ്. അതായത് ഇതിൻ്റെ സമ്മുള്ള എ പ്ലസ് ബി ബി പ്ലസ് സി സി പ്ലസ് എ അത് 3 കോപ്ലാനറാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ ഏത് 3 എണ്ണം തരുവാണെങ്കിൽ അതിൻ്റെ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണാം, എന്നിട്ട് അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 16ാമത്തിൽ ആദ്യത്തെ പാർട്ട് റൈറ്റ് ഓൾ ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. രണ്ടാമത്തത് ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ ആൽഫ ബീറ്റ ഗാമ വിത്ത് എക്സ് വൈ സെഡ് ആക്സസ് റെസ്പെക്റ്റീവ്ലി ദെൻ പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 2. ഈ മൂന്നാമത്തെ പാർട്ട് ഇഫ് എ ലൈൻ മേക്സ് ഈക്വൽ ആംഗിൾസ് വിത്ത് ദി 3 കോർഡിനേറ്റ് ആക്സസ് ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി ലൈൻ. ആദ്യം എന്താണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് ഒരു ലൈൻ ഉണ്ട്. അപ്പം അത് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ആക്കിയിട്ട് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ ഓരോന്നാണ് ഡയറക്ഷൻ ആംഗിൾസ്. അപ്പോൾ അതിൻ്റെ കോസ് ഫങ്ഷൻസ്, അതായത് സപ്പോസ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത് ബീറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെഡ് ആക്സിസ് ഉണ്ടാക്കുന്നത് ഗാമ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം കോസ് ആൽഫ കോസ് ഗാമ കോസ് ബീറ്റ ഈ മൂന്നുമാണ് ഒരു ലൈനിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ്. അപ്പം ഇതിൽ നമുക്കുള്ളത് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ് പറയുമ്പോൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ലൈന് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 0. അതേപോലെ വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ π/2, സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അതും π/2. അപ്പം ഡയറക്ഷൻ കൊസൈൻസ് ആണ് കോസ് 0 കോസ് 90 കോസ് 90. ഓക്കെ, അപ്പോൾ 1 0 0 ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. അല്ലെങ്കിൽ കോസ് 0 കോസ് 90 കോസ് 90 ഇങ്ങനെ എഴുതിയാലും മതി. ഈ രണ്ടാമത്തെ പാർട്ട്, അതായത് ഒരു ലൈൻ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ ആണ് എക്സ് വൈ സെഡ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ഇതിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ് ആണ്. അപ്പം ഡയറക്ഷണൽ കൊസൈൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു 1. ഇത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് കോസ് സ്ക്വയർ ആൽഫ എന്നുള്ളത് നമ്മൾ 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അതുപോലെ തന്നെ കോസ് സ്ക്വയർ ബീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ, കോസ് സ്ക്വയർ ഗാമ 1 മൈനസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 2. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഈക്വൽ ആംഗിളാണ് 3 കോർഡിനേറ്റ് ആക്സിസും ആയിട്ട് ഉണ്ടാക്കുന്നത്. അതായത് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ. അപ്പോൾ എന്താണ്, അതിൻ്റെ 3 ഡയറക്ഷൻ കൊസൈൻസും ഈക്വലാണ്. ഇനി നമുക്ക് എന്തുണ്ട്, ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഈ പ്രോപ്പർട്ടി നമുക്കറിയാം. അതായത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ ഗാമ മീൻസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ആണ് ഏത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പം സപ്പോസ് നമ്മൾ എല്ലാം ബീറ്റ ഈക്വൽ ടു ആൽഫ ഗാമ ഈക്വൽ ടു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1, അതായത് 3 കോസ് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 1. അപ്പം കോസ് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ 1/3 കോസ് ആൽഫ ഈസ് ഈക്വൽ 1/√3. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ് 1/√3 ആണ്. അത് എല്ലാ ഡയറക്ഷനിലും എക്സ് ആക്സിസിൻ്റെ വൈ ആക്സിസിൻ്റെ സെഡ് ആക്സിസ് 3 ഡയറക്ഷണൽ കൊസൈൻസും ഇതിൻ്റെത് 1/√3 ആണ്. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി ആക്ടിവിറ്റീസ് ഓഫ് എ ഫാക്ടറി ആർ ഗിവൺ ഇൻ ദി ഫോളോയിങ് ടേബിൾ. അതായത് ഏതൊക്കെയാണ് ഐറ്റംസ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റിനും എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ആൻഡ് മാക്സിമം ടൈം അവൈലബിൾ. സോൾവ് ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി ആൻഡ് ഫൈൻഡ് ദി മാക്സിമം പ്രോഫിറ്റ് സബ്ജക്ട് ടു ദി എബവ് കൺസ്ട്രെയിൻസ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ഗ്രാഫിക്കലി അല്ല ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ കോസ്റ്റ് ആയിരുന്നല്ലോ, അപ്പോൾ അത് ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ആണ് തന്നത്, അപ്പോൾ ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏതാണോ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യേണ്ടത് അതാദ്യം കണ്ടെത്തുക. അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ഇവിടെ എന്താണ്, മാക്സിമം ടൈം അവൈലബിൾ കട്ടിങ്ങിന് 24 ആണ്, മിക്സിങ്ങിന് 21, പാക്കിങ്ങിന് 9 ആണ്. അപ്പം ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. അപ്പം ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട്
പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പം ഗ്രാഫിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഓരോ വെർട്ടീസസ് കണ്ടുപിടിച്ച് ആ ഓരോ വെർട്ടീസസിലും എന്താണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ച് ഏത് വെർട്ടീസസിലാണോ മാക്സിമം പ്രോഫിറ്റ് ആ പോയിന്റിലുള്ള ഡിഫറെൻറ്റ് ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കാം. അപ്പം എ എന്നുള്ളത് നമ്മൾ എക്സ് റെപ്രസെൻ്റ് ചെയ്യുക, ബി എന്നുള്ളത് വൈ എന്നുള്ളത്. അപ്പം എക്സ് പ്ലസ് 4y ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24, അതായത് മാക്സിമം ടൈം അവൈലബിൾ. അപ്പോൾ അതിൻ്റെ താഴെ ആയിരിക്കണം. അതായത് 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21, അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9, പിന്നെ എക്സ് കോമ വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, കാരണം എന്തായാലും ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇനി നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് പ്രോഫിറ്റാണ്. അതായത് വി ഷുഡ് മാക്സിമൈസ് z ഈക്വൽ ടു 5x പ്ലസ് 8y. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫിക്കലി കാണാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം എക്സ് പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21 എന്നതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പം ഇതാണ് വെൻ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 6, പിന്നെ വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 24. അപ്പം ഇതാണ് ആ ലൈൻ. ഓക്കെ, ഫസ്റ്റ് വൺ. ഈ സെക്കൻഡ് വൺ 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21, അതിനെങ്ങനെ പ്ലോട്ട് ചെയ്യുക? അപ്പം ആദ്യം y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എക്സ് ഈക്വൽ ടു 21/3 7, വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 7, പിന്നെ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 21, 7,21. ഈ ലൈൻ വരച്ചു. അതാണ് രണ്ടാമത്തേത്. അടുത്തത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പം എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 9, വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 9. അപ്പം ആ ലൈനും വരച്ചു. പിന്നെ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ എല്ലാത്തിനും എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ഏതൊക്കെയാണ്? ഇതാണ്. കാരണം ഇതിൻ്റെ ഉള്ളോട്ട്, ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ മേലോട്ട്. അപ്പോൾ ഇതിൽ എൻക്ലോസ് ചെയ്ത റീജിയൻ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെർട്ടീസസ് കണ്ടുപിടിക്കുക, ഓരോ വെർട്ടീസസും. അപ്പം സപ്പോസ് സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക? ഈ 1 എന്ന് പറഞ്ഞ ഇക്വേഷനും 3 എന്ന് പറഞ്ഞ ഇക്വേഷനും 1 ഉം 3 ഇത് രണ്ടും സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. അതേപോലെ ബി കാണണമെങ്കിൽ ഇതാ 3 ഉം 2 സോൾവ് ചെയ്താൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഇങ്ങനെ ഈ വെർട്ടീസസിലാണ് മാക്സിമം ആവാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മൾ 3, 1, 2, 3, 4 ഈ 4 വെർട്ടീസസ് കണ്ടുപിടിക്കും. 4 അല്ല 5 എണ്ണം, 1 ഇതും 5 വെർട്ടീസസ് കണ്ടുപിടിക്കും. ഇതിന് ശേഷം ഇതിൽ ഓരോ വെർട്ടീസസിലും എന്താണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ ഏതാണോ മാക്സിമം അതായിരിക്കും നമ്മളെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പം വെർട്ടീസസ് ആദ്യത്തേത് 0,0, പിന്നെ എ പോയിന്റ് അതാണ് 7,0, ബി പോയിന്റ് 6,3 ഇത്, പിന്നെ സി പോയിന്റ് 4,5, ഡി 0,6. അപ്പം ഇതിൽ x0, y, xy ആ ഫോമിലാണ്. അപ്പോൾ ഈ xy വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് ഓരോന്നിൻ്റെ. z എന്ന് പറഞ്ഞതാണ് പ്രോഫിറ്റാണ്. 0, 34, 35, 54, 60, 40. അപ്പോൾ ഇതിലേതാണ് മാക്സിമം? 60. അപ്പോൾ 60 ആണ് നമ്മുടെ മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ടുള്ള മാക്സിമം ഓപ്പറേറ്റിംഗ് മീൻസ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പം ഇതിൽ മാക്സിമം ഇവിടെ ഉള്ളത് 4,5ലാണ്, z = 60. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് മാക്സിമം. ഓക്കെ, ആൻഡ് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ പറ്റുന്നത് 60 ആണ് ഇത്രയും കൺസ്ട്രെയിൻസ് വെച്ചിട്ട്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മാട്രിക്സ് എന്നുള്ളതാണ്. അതായത് ഇഫ് എ മാട്രിക്സ് ഈസ് ഈക്വൽ ടു 3, 1, -1, 2 ഷോ ദാറ്റ് a² - 5a + 7i = 0 ആൻഡ് ഹെൻസ് ഫൈൻഡ് a⁴ ആൻഡ് a ഇൻവേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് എ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിന് ഓരോ എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ a² എ തന്നിട്ടുണ്ട്. അപ്പം a × a കാണുക. അപ്പം a² വാല്യൂ കിട്ടും. 5a എന്ന് പറഞ്ഞാൽ എനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 7i 7 × ഐഡൻറ്റിറ്റി മെട്രിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. എന്നിട്ട് a² - 5a + 7a കാണാം. അപ്പം a², 8 ഓരോ എലമെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് 8 - 15 എത്ര? -7 + 7 0. അങ്ങനെ ഓരോ നമുക്ക് 0 കിട്ടും. അപ്പം a² - 5a + 7i = 0 എന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഹെൻസ് ഫൈൻഡ് a⁴ ആൻഡ് a ഇൻവേഴ്സ്. അപ്പം a⁴ കാണാൻ a² നമുക്കറിയാം, നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം a⁴ എന്താ? a² × a². ഓക്കെ, അപ്പോൾ a² × a² ചെയ്താൽ a⁴ കിട്ടും. അപ്പം a² × a² a⁴ കിട്ടും. ഇനി നമുക്ക് a ഇൻവേഴ്സ് കാണാം. a ഇൻവേഴ്സ് ഇതിന് എങ്ങനെയാണ്? ഇതിനെ ടോട്ടലായിട്ട് ഒരു a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഇക്വേഷനെ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷനെ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a ഇൻവേഴ്സ് × a² - 5a + 7i = 0. അപ്പം
എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് എ 5a ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 5i 7i ഇൻറ്റു എ ഇൻവേഴ്സ് 7a ഇൻവേഴ്സ്. ഇതിൽ നിന്ന് 7a ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അങ്ങോട്ട് എടുത്താൽ 5i മൈനസ് എ 5i മൈനസ് എ. അപ്പം എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ 1/7 ഇൻറ്റു 2 1 മൈനസ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അതും ഈ പോളിനോമിയൽ റിപ്രസെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എ ഇൻവേഴ്സൊക്കെ കാണാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈക്വൽ ടു 2 minus 3 5 3 2 minus 4 1 1 minus 2 then find a inverse. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് എ ഇൻവേഴ്സ് ഫ്രം ദി പാർട്ട് എ ടു സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x minus 3y plus 5z equal to 11 3x plus 2y minus 4z equal to minus 5 x plus y minus 2z equal to minus 5. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഓരോ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് ആണ് എക്സ് വൈ സെഡിൻ്റെ. 2 minus 3 5 3 2. അപ്പം ഇത് എ ഇൻവേഴ്സ് കണ്ടാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലിട്ട് സോൾവ് ചെയ്യാം. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് യൂസ് എ ഇൻവേഴ്സ് ഫ്രം പാർട്ട് എ ടു സോൾവ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ ഇൻവേഴ്സ് കാണാം. അപ്പോൾ ആദ്യം എ ഇൻവേഴ്സ് എങ്ങനെ കാണാൻ നോക്കാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. അപ്പം ഇതിൽ നിന്ന് ഡിറ്റർമിനൻറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് -1 എന്ന് എങ്ങനെ ഡിറ്റർമിനൻറ്റ് കാണാം. ഇതിൻ്റെ ഒരു എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ റോ പിന്നെ അതിൻ്റെ കോളം അത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 ഇൻറ്റു -2 മൈനസ് -4 ഇൻറ്റു 1 അങ്ങനെ ഓരോന്നിൻ്റെ കണ്ടാൽ ഇത് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് -1 എന്ന് കിട്ടും. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാം. ഇനി അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കോഫാക്ടർ മെട്രിക്സ് ഉണ്ട്. കോഫാക്ടർ മെട്രിക്സ് ആണ് ആദ്യം മൈനർ ഓഫ് ഈ മെട്രിക്സ് കാണണം. ഇതിൻ്റെ മൈനർ എങ്ങനെ കാണാമെന്ന് വെച്ചാൽ സപ്പോസ് ഈ പൊസിഷനിലുള്ള മൈനറാണ് കാണണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് കണ്ട പോലെ തന്നെ ഇത് രണ്ടും ഒഴിവാക്കുക, എന്നിട്ട് ഇതിൻ്റെത് കാണാം, ജസ്റ്റ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ 2 ഇൻറ്റു -2 എത്രയാണ് -4 -4 ഇൻറ്റു 4 അപ്പം ഇവിടെ 0. പിന്നെ ഇതിൻ്റെതാണെങ്കിൽ ഇത് ഒഴിവാക്കുക, 3 ഇൻറ്റു -2 -6 പ്ലസ് 4 -2 അങ്ങനെ മൈനർ കിട്ടും. ഇനി മൈനർ കിട്ടിയ അതിനുശേഷം നമ്മൾ കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മൈനർ മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റിനെയും, അതായത് എ ഐ ജെ ആണ് ഈ ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ അതിനെ -1/i+j ചെയ്യണം. അതായത് ഇതിൻ്റെ പൊസിഷൻ്റെ ഐയും ജെ ഉണ്ടാവുമല്ലോ, റോ ഏതാണ് കോൾ ഏതാണ്. അപ്പോൾ ഇതിൻ്റെ ഏതാണ് ij 1,1 ആണ്. ഇതിൻ്റെ ij എന്താ 1,2 ആണ്. ഇതിൻ്റെ ij എന്താ 1,3 ആണ്. ഓക്കെ, അപ്പം -1/i+j ഇൻറ്റു ഈ എലമെൻറ്റ് ചെയ്താൽ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫസ്റ്റ് 0 മൈനറിൻ്റെ ഒരു എലമെൻ്റ് എടുക്കുക. അപ്പം m ഓഫ് 1,1 അതാണ് 0. അപ്പം -1/1 + 1 എന്താ 2 -1² 1 തന്നെ. അപ്പം സെയിം തന്നെ വരും. ഇനി ഇവിടെ ഉള്ളതാകുമ്പം 1,2 ആണ്. അപ്പം 1 + 2 എത്ര 3 -1/3 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ -1 തന്നെ വരും. -1 ഇൻറ്റു ആ മൈനർ, ഇതാണ് മൈനർ എലമെൻറ്റ്. അപ്പം -2നെ -1 കൊണ്ട് 2 വരും. അങ്ങനെ ഓരോന്നിനും ചെയ്യാം. അപ്പം ഇതിൽ 3/3 ആണെങ്കിൽ ഓർമ്മിച്ച് വെക്കുന്നതാണ് സുഖം. നമ്മൾ കോഫാക്ടർ കാണുമ്പം ഇതിൽ ഫസ്റ്റ് റോയിൽ ഇതിൻ്റെ സൈൻ മാറും, സെക്കൻഡ് റോയിൽ ഈ രണ്ടെണ്ണത്തിൻ്റെ സൈൻ മാറും, തേർഡ് റോയിൽ ഇതിൻ്റെ സൈൻ മാറും. കാരണം ഇതിൻ്റെ i+j ചെയ്താൽ ഓഡ് നമ്പറാണ്, ഇതിൻ്റെ i+j ചെയ്താൽ ഓടാണ്, ഇതിൻ്റെ i+j ചെയ്താൽ ഓടാണ്. ഏതാ 2,1 ആണ്, അപ്പോൾ അത് ഓടാണ്. ഏതാ 3,2 ആണ്, അത് ഓടാണ്. അപ്പം ഇത് ഈ 4 എണ്ണത്തിൻ്റെ സൈൻ മാറ്റിയാൽ മതി. മൈനർ മാട്രിക്സ് കാണുക, അതിനുശേഷം ഈ 4 എണ്ണത്തിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ചെയ്യുക. അപ്പം കോഫാക്ടർ മാട്രിക്സ്. ഇനി കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണും, അതാണ് അഡ്ജോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ, ഇതിൻ്റെ റോ കോളമാക്കിയാൽ മതി. അപ്പം 0 2 1 -1 -9 5 2 23 13. അപ്പം അഡ്ജോയിൻ മാട്രിക്സ് നമുക്ക് കിട്ടി. ഇനി എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് ആണ് അഡ്ജോയിൻ ബൈ ഡിറ്റർമിനൻറ്റ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് -1. അപ്പം ഇതിന് -1 ഡിവൈഡ് ചെയ്താൽ എല്ലാത്തിൻ്റെ സൈൻ ഒന്ന് മാറും. അപ്പം 0 1 -2 -2 9 -23 -1 5 -13. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻവേഴ്സ് കാണുന്നത്. ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം കണ്ടുപിടിച്ച എ ഇൻവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത് സോൾവ് ചെയ്യണം. അപ്പം ഈ ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും, AX = B. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ XYZൻ്റെ കോഎഫിഷ്യൻസ് വരും 2 -3 5 ഇത് വരും XYZ. പിന്നെ B എന്ന് പറഞ്ഞാൽ അതിൻ്റെ
ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 11 - 5 - 3. ഓക്കെ, ഇതിപ്പോൾ ഇതിന്ന് നമുക്ക് എക്സ് വൈ സെഡ് ആണ് സോൾവ് ചെയ്യേണ്ടത്. എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു പിന്നെ എ ആണ്, ഇതിനങ്ങോട്ട് എടുത്താൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഓക്കെ, എ ഇൻവേഴ്സ്. അപ്പോൾ ഈ എ ആണ് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ എ ഇൻവേഴ്സ് കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം ഡയറക്റ്റായിട്ട് എ ഇൻവേഴ്സ് ഇവിടെ ഇട്ട് കൊടുക്കുക, ബി വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ഇതിനെ രണ്ട് മൾട്ടിപ്ലൈ എ ഇൻവേഴ്സ് ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്താൽ 1 2 3 എന്ന് കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പം എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തേത്. ഫൈൻഡ് dy ബൈ ഡി എക്സ് ഫോർ ദി ഫോളോയിങ്. ഒന്നാമത്തേത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. രണ്ടാമത്തേത് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. മൂന്നാമത്തേത് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടി പ്ലസ് സൈൻ ടി, വൈ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തേത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തേത് കാണാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ സൈൻ സ്ക്വയർ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് 2 കോസ് വൈ ഇൻറ്റു കോസ് വൈൻ്റെ ഡെറിവേറ്റീവ്, അത് മൈനസ് സൈൻ വൈ. പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുത്തത്. അപ്പം ഒരു dy ബൈ ഡി എക്സ് ഉണ്ടാവും. കാരണം ഇവിടെ എക്സ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഇൻറ്റു 1. ഇവിടെ വൈ ആകുമ്പോൾ dy ബൈ ഡി എക്സ്. എന്നിട്ട് ഇതിൽ നിന്ന് dy ബൈ ഡി എക്സ് ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം നമുക്ക് കിട്ടും dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഈ 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ 2 കോസ് വൈ മൈനസ് സൈൻ വൈ. അപ്പം ചെയ്താൽ കിട്ടും സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ വൈ കോസ് വൈ എന്ന്. അപ്പം ഇതെന്താണ് സൈൻ 2x ബൈ സൈൻ 2y ആണ്. കാരണം ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫക്റ്റ് ഒന്നുമില്ല. അപ്പം 2 സൈൻ എക്സ് കോസ് എക്സ് എന്നുള്ള സൈൻ 2x ആണ്, 2 സൈൻ വൈ കോസ് വൈ എന്നുള്ള സൈൻ 2y ആണ്. അങ്ങനെയാണ് ആദ്യത്തേതിലെ dy ബൈ ഡി എക്സ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തേത് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഇങ്ങനെ പവറുള്ള ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ആദ്യം ലോഗ് കണ്ടിട്ട് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പം വൈൻ്റെ ലോഗ് വൈ ഈക്വൽ ടു ഇതിൻ്റെ ലോഗ് എടുക്കുകയാണെങ്കിൽ എക്സ് ലോഗ് എക്സ് എന്നാവും. എന്നിട്ട് ഇതിന് ശേഷം പിന്നെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ബൈ വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്തത്. അപ്പം dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ആദ്യത്തേത് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തേത് ഇൻറ്റു ആദ്യത്തെ ഡെറിവേറ്റീവ്. അതാണ് രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താലുള്ള ഡെറിവേറ്റീവ്. അപ്പം എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇവിടുന്ന് dy ബൈ ഡി എക്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി, y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. പക്ഷേ നമുക്ക് ഇതിൽ എക്സിൻ്റെ ടേംസിലാണ് വേണ്ടത് dy ബൈ ഡി എക്സ്. അപ്പം y എന്താണ് എക്സ് റേസ് ടു എക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഫൈനൽ ഇക്വേഷൻ എന്തായാലും dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. ഇനി അടുത്തത് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ പ്ലസ് ടി സൈൻ ടി ആണ്, y ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി ആണ്. ഓക്കെ, ഇതിൽ നിന്ന് dy ബൈ ഡി എക്സ് കാണാം. അപ്പം ഇത് എക്സ് എന്താണ് ടിയിലുള്ളൊരു ഫംഗ്ഷനാണ്, വൈയും ടിയിലുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പം ആദ്യം നമ്മൾ ഡി എക്സ് ബൈ ഡി ടി കാണാം, പിന്നെ dy ബൈ ഡി ടി കാണാം. അപ്പം വിത്ത് റെസ്പെക്ട് ടു ടി രണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സ് കിട്ടും. ഓക്കെ, അപ്പം ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ എന്താ കിട്ടുക, എ ഇൻറ്റു ടീൻ്റെത് 1, പിന്നെ 1 മൈനസ് സൈൻ ടീൻ്റെ കോസ് ടി, എൻ്റെ 1 × 0 കോസ് ടി മൈനസ് സൈൻ ടി, അപ്പം മൈനസ് സൈൻ ടി. ഇനി dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പം dy ബൈ ഡി എക്സ് കിട്ടും നമുക്ക്. അപ്പം ഇത് രണ്ട് dy ബൈ ഡി ടി എന്താ മൈനസ് എ സൈൻ ടി ബൈ എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. അപ്പം ഈക്വൽ ടു മൈനസ് സൈൻ ടി ബൈ 1 മൈനസ് കോസ് ടി എന്ന് കിട്ടും, ഈക്വൽ ടു മൈനസ് കോട്ട് ടി ബൈ 2. ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി. ഓക്കെ, അടുത്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 21ാമത്തേത്. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽസ്. ഒന്നാമത്തേത് 0 to π/2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. രണ്ടാമത്തേത് -π/2 to π/2 സൈൻ റേസ് ടു 7x ഡി എക്സ്. മൂന്നാമത്തേത് ഇൻ്റഗ്രൽ എക്സ് സൈൻ 3x ഡി എക്സ്. അപ്പോൾ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് വരുന്ന ഒരുവിധം ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അതിലുള്ള സ്റ്റാൻഡേർഡ് ഫോർമുലാസ് പഠിച്ചു വെക്കുകയാണെങ്കിലോ അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയുകയാണെങ്കിലോ ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന് ശേഷം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പറയുന്ന സ്റ്റാൻഡേർഡ് ഫോർമുലാസ് അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് അതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഈ പ്രോപ്പർട്ടി നമുക്കറിയാം. അതായത് 0 to a f of x dx ഈസ് ഈക്വൽ ടു 0 to a f of a മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇൻ്റഗ്രൽ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ ഐ ഈസ് ഈക്വൽ ടു 0 to π/2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. ഇനി അതിനെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് 0 to π/2. അപ്പോൾ 0 to a എന്താണ് π/2.
അപ്പം സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് ബൈ സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഡി എക്സ്. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്താ? കോസ് എക്സ്. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് കോസ് എക്സ്. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ എക്സ്. ഓക്കെ, അപ്പം ഇതും എന്താണ്? ഐ ആണ്. അപ്പം 2 ഐ കിട്ടി. ഐ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഐ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2i ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 0 ടു പൈ ബൈ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി 0 ടു പൈ ബൈ ടു 1 ഡി എക്സ് എന്നായി. അപ്പം 2i ഈസ് ഈക്വൽ ടു 0 ടു പൈ ബൈ ടു 1 ഡി എക്സ്. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 എന്നാണ്. അപ്പം ഐ എന്താ? പൈ ബൈ 2/2, അതായത് പൈ ബൈ 4 കിട്ടും. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 7x ഡി എക്സ് ആണ്. അപ്പോൾ ഇതിൽ സൈന് ഒരു ഓഡ് റേസ് ടു ഓഡ് നമ്പറാണ്. സൈൻ റേസ് ടു ഓഡ് നമ്പർ ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പം ഒരു ഓഡ് ഫംഗ്ഷൻ -a ടു a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് 0 ആണ് വാല്യൂ കിട്ടുക. സപ്പോസ് ഇത് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ആണെങ്കിൽ 0 അല്ല, ഇതിൻ്റെ ഡെഫിനിറ്റ് വാല്യൂ നമുക്ക് കിട്ടുമായിരുന്നു. 2 ഇൻറ്റു -a ടു a ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കിത് 0 ടു a 2 ഇൻറ്റു 0 ടു a എന്ന് എഴുതിയിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇത് ഓഡ് ആയിരിക്കണം, ഡയറക്റ്റ് തന്നെ നമുക്ക് എഴുതാം ഇത് 0 ആണ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ സൈൻ്റെ ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യുക. ഈവൻ ആണെങ്കിൽ വാല്യൂ ഉണ്ടാവും, അതിന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, അതായത് പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ ഓഡാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് -a ടു a ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 0 എന്ന് എഴുതാം. അപ്പോൾ മൂന്നാമത്തത് ഇൻ്റഗ്രൽ ഓഫ് എക്സ് സൈൻ 3x ഡി എക്സ് ആണ്. അപ്പം ഇതിൽ 2 ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, എക്സ് പിന്നെ സൈൻ 3x. അപ്പം u v എന്ന് പറഞ്ഞ ഫോമാറ്റ്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ ഓഫ് സൈൻ 3x എന്താ? മൈനസ് കോസ് 3x ബൈ 3 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആയിരുന്നു, അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സൈൻ 3x ഡി എക്സ് മൈനസ് കോസ് 3x ബൈ 3 ഡി എക്സ്. ഓക്കെ, അപ്പം ഇത്രയായി. ഇനി ഇതിന് സോൾവ് ചെയ്തെടുക്കാം. മൈനസ് എക്സ് കോസ് 3x ബൈ 3 പ്ലസ് 1/3 സൈൻ 3x ബൈ 3 പ്ലസ് c. ഇത് ഫൈനൽ കോൺസ്റ്റൻറ്റ്. അപ്പം ഫൈനൽ ഇക്വേഷൻ തരും മൈനസ് എക്സ് കോസ് 3x ബൈ 3 പ്ലസ് സൈൻ 3x ബൈ 9 പ്ലസ് c. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻ ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ദി ലൈൻസ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു പൈ ആൻഡ് x ആക്സിസ്. ഓക്കെ, അപ്പോൾ കർവ് തന്നിട്ടുണ്ട്, ഏതിൻ്റെ ഇടയിലാണ് കണ്ടുപിടിച്ചതെന്ന് തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ ഏരിയ കണ്ടെത്തണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ 2 fences ആർ മെയ്ഡ് ഇൻ എ ഗ്രാസ് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അതാണ് 2 fences. എ കൗ ഈസ് ടൈഡ് അറ്റ് ദി പോയിന്റ് O വിത്ത് എ റോപ്പ് ഓഫ് ലെങ്ത് 3 മീറ്റർ. അപ്പോൾ ഇവിടെ ഒരു വിത്ത് എ റോപ്പ് ഓഫ് ലെങ്ത് 3 മീറ്റർ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം യൂസിങ് ഇൻ്റഗ്രേഷൻ, അല്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് മാക്സിമം ഏരിയ ഓഫ് ഗ്രാസ് ദാറ്റ് കൗ ക്യാൻ ഗ്രേസ് വിത്തിൻ ദി ഫെൻസസ്. ചൂസ് O as the origin. രണ്ടാമത്തത് ഇഫ് ദർ ഈസ് നോ ഫെൻസ് ഫൈൻഡ് ദി മാക്സിമം ഏരിയ ഓഫ് ദി ഗ്രാസ് ദാറ്റ് കൗ ക്യാൻ ഗ്രേസ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ പറയാം. കാരണം ഇതിൽ നിന്ന് 0 ആണ്, പിന്നെ ഒരു 3 മീറ്റർ നീളമുള്ളൊരു കയറിലാണ് കെട്ടിയില്ല. അപ്പോൾ ഒരു 3 മീറ്റർ റേഡിയസിൽ ഇത്രയും ഭാഗത്ത് അതിന് ഗ്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 3 മീറ്റർ റേഡിയസുള്ള ഒരു സർക്കിളിൻ്റെ 1/4, അതായത് πr²/4 ഏരിയ ആണ് അതിന് ഗ്രേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷേ ഇതിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് യൂസിങ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ വെച്ച് നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ ഫെൻസ് ഇല്ലെങ്കിൽ ടോട്ടൽ 3 ഫെൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ 3 മീറ്ററാണ്, 3 മീറ്ററിൻ്റെ ഹോൾ സർക്കിളിൽ അതിന് ഗ്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് πr² ഒരു സർക്കിളിൻ്റെ ഏരിയ, അതാണ് ടോട്ടൽ ഏരിയ. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യണം കാരണം നമ്മൾ ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാനാണ് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ. അപ്പം a to b y dx, y ഏതാതിൽ സൈൻ എക്സ് ആണ്, a to b 0 to 2π ആയിരുന്നു. അപ്പം സൈൻ ഫംഗ്ഷനാണ് 0 to 2π എന്ന് പറയുമ്പം ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇത് ഈ ഏരിയ ഈസ് ഈക്വൽ π/2 വരെയുള്ള ഏരിയ ഈസ് ഈക്വൽ ടു π/2 ഈ ഏരിയ. അപ്പം ടോട്ടൽ ഏരിയൻ്റെ 1/4 കിട്ടും നമുക്ക് π/2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം അത് ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ ഏരിയ കിട്ടും. അപ്പം 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/2 സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിൻ്റെ എന്താണ്? π/2 കോസ് ആണ്, കോസ് π/2 1 ആണ്. 0 മൈനസ് 1 എന്ന് വരും. ഓക്കെ, സൈൻ്റെ കോസ്. അപ്പോൾ 4 ഇൻറ്റു 1 എന്ന് വരും.
പക്ഷേ ഇതിലെന്താണ് നമുക്ക് ഇപ്പം 4x1 4 എന്ന് കിട്ടി. പക്ഷേ ഇതതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഏരിയൻ്റെ. സപ്പോസ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അടിയിലുള്ള ടോട്ടൽ ഏരിയ ജസ്റ്റ് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഏരിയ എന്ന് പറയാതെ ജസ്റ്റ് 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻ്റഗ്രൻറ്റ് 0 ആണ് വരിക. കാരണം ഇത്ര ഏരിയ വന്നത് ഇവിടെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്താണ് 0 ആയി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. അപ്പം രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് രണ്ടും ആഡ് ചെയ്യും. അപ്പം ഇവിടെ 2, ഇത് -2, രണ്ടും കൂടി ആഡ് ചെയ്തപ്പം 2 + 2 4 ആണ്. വെറുതെ ഇൻ്റഗ്രേഷൻ ചോദിച്ചാണെങ്കിൽ 2 - 2 ഇത് 0 ആണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാട്ടിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാണ് ഇങ്ങനെ ഉണ്ടാവുക. 3 മീറ്ററിൻ്റെ ഒരു റോപ്പിലാണ് ടൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഫെൻസ് ഉണ്ട്, ഇതും ഒരു ഫെൻസാണ്. അപ്പോൾ ഇത്ര റീജിയനിലാണ് ഇതിന് കവർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x², ഒറിജിൻ 0 ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² + y² = r² എന്നാണ്. ഇതിൽ r 3 ആണ്. അപ്പം x² + y² = 9. ഇതൊന്ന് y എന്താണ് √9 - x². അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കർവ് കിട്ടി. അപ്പോൾ എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ കർവ് കണ്ടുപിടിക്കുക, ഏതൊക്കെയാണ് ലിമിറ്റ് എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ലിമിറ്റ് ഏതൊക്കെയാണ് 0 to 3 ഈ ഫംഗ്ഷന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം 0 to 3 9 - x² dx. അപ്പം ഇതെന്താണ് a² - x² എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പം അത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്, അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം √a² - x² ഇൻ്റഗ്രേഷൻ വരുന്നത് x/2 × √a² - x² പ്ലസ് a²/2 പ്ലസ് a²/2 × sin inverse x/a ഫ്രം 0 to 3. ഇതിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, 9/2 sin inverse 1. sin inverse 1 എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പം 9 π/4 സ്ക്വയർ യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. അതായത് ഈ ഫെൻസിൻ്റെ ഇടയിൽ ആ കവിന് ഗ്രേസ് ചെയ്യാൻ പറ്റിയ ടോട്ടൽ ഏരിയ 9 π/4 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇനി സപ്പോസ് ഫെൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്താണ്, ആ ഏരിയൻ്റെ × 4 ടൈംസ് ഗ്രേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്താൽ മതി. 4 × 9 π/4, അതായത് ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ 9π സ്ക്വയർ യൂണിറ്റ്സ്. ഇനി അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻസ് 3x - y + 2z - 4 = 0 ആൻഡ് x + y + z - 2 = 0 ആൻഡ് പോയിന്റ് 2, 2, 1. രണ്ടാമത്തത് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ടു ലൈൻസ് ആർ ഗിവൺ ബൈ x + 1/7 = y + 1/- 6 = z + 1/1 and x - 3/1 = y - 5/- 2 = z - 7/1. റൈറ്റ് ദി വെക്ടർ ഇക്വേഷൻ ഓഫ് ദീസ് ടു ലൈൻസ്. അപ്പം രണ്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ വന്നതിന് ഇതിന് വെക്ടർ ഇക്വേഷൻ എഴുതണം. ഇനി അടുത്തത് ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻസ് മെൻഷൻ ഇൻ ദി പാർട്ട് ബി. ഇതിൽ നിന്ന് കിട്ടിയ ലൈനിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ ആദ്യം തന്നെ ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻസ്. അപ്പം നമുക്ക് രണ്ട് പ്ലെയിൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടെ പോകുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ ആദ്യം അപ്പോൾ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോർമാറ്റിലുണ്ടാവുക. അതായത് ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു രണ്ടാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ, അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ എന്താ തന്നുള്ളൂ, ഏത് പോയിൻ്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് അറിയാം, ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാം, കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, കെൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ഇക്വേഷൻ കിട്ടും. അപ്പം 2 - 2 എന്ന് പറയുന്നത് അപ്പോൾ 2 - 2 എന്ന് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 - 2 1 അതിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കെൻ്റെ വാല്യൂ -2/3 എന്ന് കിട്ടും. അത് കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് കാർട്ടീഷ്യൻ ഫോമിൽ തന്നത് എങ്ങനെ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് വെക്ടർ ഫോമിലുള്ളത് ഇതുണ്ടല്ലോ, -i -1 -1 -1. അപ്പം -i -j -k പ്ലസ് ലാംഡ ഇൻറ്റു ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 7i -6j + k. ഓക്കെ, ഇങ്ങനെ എഴുതാം. അതേപോലെ തന്നെ ഇതിൻ്റെതും സെയിം x -3, ഇതിൻ്റെ മൈനസ്, അപ്പോൾ 3i -5 അതായത് പ്ലസ് 5j z -7 ആണുള്ളത് 7k പ്ലസ് ലാംഡ ഇൻറ്റു i -2j + k. ഇത് വരും. സപ്പോസ് ഇത് ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചു തരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ x + 1/7 = z + 1/1 = y + 1/- 6 എന്നുള്ള. അപ്പോൾ നമ്മൾ ഇത് എക്സിൻ്റെ കോർഡിനേറ്റ്, എക്സിൻ്റെ ഡയറക്റ്റ് യൂണിറ്റ് വെക്ടറാണ് i. അപ്പോൾ ഐൻ്റെത് x ആയിട്ട് വരുന്നതിൻ്റെ ഈ വാല്യൂ ആണ് ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതേണ്ടത്. അങ്ങനെ
സെഡ് തിരിച്ച് എഴുതുകയാണെങ്കിലും നമ്മൾ മാറ്റി എഴുതിയിട്ട് കറക്റ്റ് ഫോമിൽ എഴുതണം, കാരണം അല്ലെങ്കിൽ തെറ്റായി വരും. ഓക്കെ, അപ്പം ഇതാണ് ഈ കാർട്ടീഷ്യൻ ഫോം തന്നതിൻ്റെ വെക്റ്റർ ഫോം. ഇനി അടുത്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ബൈ B1 ക്രോസ് B2. അതായത് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് ലാംഡ B1 A2 പ്ലസ് ലാംഡ B2 എന്നാണ്. ഓക്കെ, രണ്ട് ലൈൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് A1 ഇതാണ്, A2 ഇതാണ്, B1 ഇതാണ്, B2 ഇതാണ്. ഓക്കെ, അപ്പോൾ A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ബൈ മോഡ് B1 ക്രോസ് മോഡ് B2. ഓക്കെ, അപ്പം A2 മൈനസ് A1 എന്താണ്, ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ 4i 6j 8k. B1 ക്രോസ് B2 ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 4i മൈനസ് 6j പ്ലസ് 8k എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂസ് ഡയറക്റ്റ് ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് മോഡുലസ് ആണ് നമ്മൾ എടുക്കുന്നത്, കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പം ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് കിട്ടും, എന്നാലും അതിൻ്റെ മോഡുലസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മൈനസ് 116 ബൈ റൂട്ട് 116. അപ്പം ഫൈനൽ ആൻസർ റൂട്ട് 116 എന്ന് കിട്ടും. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആദ്യത്തെ പാർട്ട്, എ ബാഗ് കണ്ടെയ്ൻസ് 4 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. അനദർ ബാഗ് കണ്ടെയ്ൻസ് 2 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. One of the two bags is selected at random and a ball is drawn from the bag and which is found to be red. Find the probability that the ball is drawn from the first bag. അതായത് 2 ബാഗ് ഉണ്ട്, അപ്പോൾ ഒരു ബാഗിൽ 4 റെഡ് 4 ബ്ലാക്ക്, രണ്ടാമത്തെ ബാഗിൽ 2 റെഡ് 6 ബ്ലാക്ക്. അപ്പം റാൻഡായിട്ടൊരു ബോൾ എടുത്തു, ആ ബോൾ റെഡായിരുന്നു. അപ്പോൾ എന്താണ് അത് ബാഗ് 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. രണ്ടാമത്തത് ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതായത് വേരിയബിൾ തന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കെൻ്റെ വാല്യൂ കണ്ടെത്തണം, അതേപോലെ തന്നെ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി റാൻഡം വേരിയബിളും കണ്ടെത്തണം. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേയസ് തിയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബേയസ് തിയറം എന്നാണ് റിവേഴ്സ് പ്രോബബിലിറ്റി, അതായത് റിവേഴ്സ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സപ്പോസ് നമുക്കിപ്പം ഏത് ബാഗാണ് തന്ന് എന്നിട്ട് നമുക്ക് ഒരു റെഡ് ബോൾ കിട്ടാൻ പ്രോബബിലിറ്റി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, കാരണം ഒരു ബാഗിൽ എത്ര റെഡ് ബോളാണ് എത്ര ബ്ലാക്ക് ബോളാണുള്ളത് നമുക്കറിയാം. പക്ഷേ ബേയസ് തിയറം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് ഇതിൽ തന്ന പോലെ നമുക്ക് റെഡ് ബോളാണ് കിട്ടിയതെന്നറിയാം, പക്ഷേ ആ റെഡ് ബോൾ കിട്ടണമെങ്കിൽ റെഡ് ബോളാണ് നമുക്ക് കിട്ടിയത്, അപ്പം എടുത്ത ബോൾ ഏത് ബാഗിൽ നിന്നാണ്, അതായത് ഫസ്റ്റ് ബാഗിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, സെക്കൻഡ് ബാഗിൽ നിന്ന്, അതായത് റിവേഴ്സ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബേയസ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം ഒരു ഇവൻറ്റ് E1, അതായത് ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 1, E2 ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 2. ഇനി A ആണ് ഇവൻറ്റ് ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ. അപ്പം P ഓഫ് E1, അതായത് ബാഗ് 1 ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ, അതായത് ആകെ 2 ബാഗാണുള്ളത്, അതിൽ ഏതെങ്കിലും ഒരു ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, 1/2. 1 ആണ് ഡിസൈഡ് ഔട്ട്കം, ടോട്ടൽ ഔട്ട്കം ഇതാണ്. ഓക്കെ, 1/2. ഇനി P ഓഫ് എ ഗിവൺ E1, അതായത് P ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവൻറ്റ് ഓഫ് ഡ്രോയിങ് റെഡ് ബോൾ. അപ്പം P ഓഫ് എ ഗിവൺ ദാറ്റ് E1, അതായത് E1 എ റെഡ് ബോൾ ഡ്രോ ചെയ്യുന്ന പ്രോബിലിറ്റി എന്താ, ടോട്ടൽ E1 എത്ര ബോൾ ഉണ്ട്, 8 ബോൾ, അതിൽ 4 റെഡ് ബോളാണ്, അപ്പം ഹാഫ്. P ഓഫ് എ ഗിവൺ E2, അതായത് E2 രണ്ടാമത്തത് ഗിവൺ ദാറ്റ് ബാഗ് 2 ഈസ് സെലക്റ്റഡ്, എ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ, അപ്പോൾ 2/8 = 1/4. അപ്പം ബേയസ് തിയറം വെച്ചിട്ട് നമുക്ക് P ഓഫ് E1 ഗിവൺ എ, അതായത് റെഡ് ബോൾ സെലക്ട് ചെയ്തു, അപ്പം അത് E1, അതായത് ബാഗ് 1 എന്നാവാനുള്ള ചാൻസ് കാണണം. P ഓഫ് E1 ഗിവൺ എൻ്റെത് P ഓഫ് E1 ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ P ഓഫ് E1 ഇൻറ്റു P ഓഫ് എ ഗിവൺ E1 ബൈ P ഓഫ് E1 ഇൻറ്റു P ഓഫ് എ ഗിവൺ E1 പ്ലസ് P ഓഫ് E2 ഇൻറ്റു P ഓഫ് എ ഗിവൺ E2. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2/3 ആണ് നമുക്ക് റെഡ് ബോൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് ബാഗ് 1 എന്നാവാനുള്ള പ്രോബബിലിറ്റി 2/3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം K കണ്ടുപിടിക്കണം, പിന്നെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ് സം ഓഫ് P ഓഫ് എക്സ്. സം ഓഫ് P ഓഫ് എക്സ് എന്ന സം ഓഫ് P ഓഫ് I 1 ആയിരിക്കും. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് Kൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം
ഇവിടെ സം ഓഫ് പി ഓഫ് ഐ ഈക്വൽ ടു 1. അപ്പം കെ പ്ലസ് 3k പ്ലസ് 5k പ്ലസ് 4k ഈക്വൽ ടു 1. അപ്പം കെൻ്റെ വാല്യൂ എന്താണ് 1/20. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ടോട്ടലായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതാണ് റാൻഡം വേരിയബിൾ x 0 1 2 3 4. ഇപ്പോൾ പി ഓഫ് എക്സ് കെൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. പിന്നെ അടുത്തത് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കണ്ടു, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഓരോന്നിനെ കണ്ടെത്തി. പിന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്, അതും സോൾവ് ചെയ്തു. ഇനി മീൻ, ഇതിൽ മീൻ വേണമെന്നാണ് ചോദിച്ചത്. ചില ക്വസ്റ്റ്യൻ്റെ എക്സ്പെക്ടേഷൻ, ആ മീനും എക്സ്പെക്ടേഷനും രണ്ടും സെയിം ആണ്. അപ്പം മീനോട് എക്സ്പെക്ടേഷൻ ആണ് സം ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, അതാണ് മീൻ. അപ്പം എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് നമുക്ക് എഴുതിയാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സമ്മ കണ്ടാൽ മതി. 0 പ്ലസ് 3/20 പ്ലസ് 10/20 പ്ലസ് 21/20 പ്ലസ് 16/20, ടോട്ടൽ 5/2 ആണ് മീൻ. ഇനി വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് മൈനസ് സിഗ്മ ഓഫ് എക്സ് പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സിൻ്റെ ടോട്ടൽ സമ്മ്, എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സിൻ്റെ ടോട്ടൽ സമ്മ് കാണാം, മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു പി ഓഫ് എക്സിൻ്റെ ടോട്ടൽ സമ്മത്തിന് 5/2, 5/2ൻ്റെ സ്ക്വയർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5/4 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയായിരുന്നു +2 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. കംപ്ലീറ്റായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.